ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരൂ, നമുക്ക് അടുക്കളയ്ക്ക് പോവാം. ആദ്യം കുളി കഴിഞ്ഞ് അടുക്കളയിൽ എത്തുമ്പോഴുള്ള ഫസ്റ്റ് പരിപാടി ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒതുക്കി അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. വൈകിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി വെക്കും ഞാൻ. വൈകിട്ട് എന്നല്ല, എന്ത് പണി കഴിയുമ്പോഴും അപ്പാപ്പ കഴുകി വെക്കും. അപ്പോൾ ആ കഴുകി കഴിയുമ്പോൾ വെള്ളത്തോടു കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളവിടെ ആ വെള്ളം ഊറിപ്പോവാനായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് രാവിലെ ആകുമ്പോഴത്തേക്കും പോയിണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പിള്ളേരും ചേട്ടനൊക്കെ ഓരോ കവറ് തുറന്ന് കഴിച്ചതും പിടിച്ചതൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കേണ്ട അതാത് സ്ഥാനങ്ങളിൽ വെക്കും. പിന്നെ നമ്മുടെ ഫസ്റ്റ് പരിപാടി ഇന്നലെ തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് പുതിയ വെള്ളം തിളപ്പിക്കാൻ അടപ്പത്ത് വെക്കും. പിന്നെ നമുക്ക് ചോറിൻ്റെ കാര്യങ്ങൾ നോക്കലാണ് പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഓർഡർ അതാണ്. അപ്പോൾ തിളപ്പിക്കാനുള്ള വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 ജനലിൻ്റെയും കർട്ടനൊക്കെ മാറ്റി ജനലുകളൊക്കെ തുറന്നിടാം. ഈ രാവിലെ തന്നെ ഞാനൊരു 5:30 ആയാലാണ് ജനൽ തുറന്നിടുള്ളൂ. അപ്പോൾ ഉണ്ടല്ലോ നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ് വരിക. ഭയങ്കര രസമാണ്. കുളിച്ചിട്ടാണ് നമ്മൾ നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല മാതിരി തണുക്കും. സത്യം പറഞ്ഞാൽ ഇത്ര നേരത്തെ ഞാൻ എഴുന്നേൽക്കുമ്പോഴൊന്നും വീഡിയോ എടുക്കൽ അത്ര അങ്ങോട്ട് പോസിബിൾ അല്ല. പണികളുണ്ടാവുമല്ലോ. ഇന്ന് പക്ഷെ എനിക്കധികം പണികളില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ഇന്ന് നമുക്ക് പിള്ളേർക്കുള്ള ദോശയും അതിനെന്തെങ്കിലും കറിയാക്കേണ്ടത്. തക്കാളി ചമ്മന്തി ഇഷ്ടം. അപ്പോൾ തക്കാളി ചമ്മന്തിയും ദോശ ഉണ്ടാക്കിയാൽ മതി. എനിക്ക് ഇന്നലത്തെ ചോറും കൂർക്കപ്പേരൊക്കെ ഇരിക്കുന്നുണ്ട്. പ്രശാന്തായിട്ടൊന്നും ഉച്ചയ്ക്ക് ഉണ്ടാവില്ല, പാലക്കാട് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ കുറേ ദിവസമായില്ലേ പറയുന്നു സ്വസ്തി മിസ് ചെയ്യുന്നു, സ്വസ്തിയിലത്തെ ഡേ ഇൻ മൈ ലൈഫ് മിസ് ചെയ്യണമെന്ന്. അപ്പോൾ ആ ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ടൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. തക്കാളി ചമ്മന്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ദോശയ്ക്കുള്ള മാവും തക്കാളിയും സവോളയും. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇന്ന് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇല്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ടവല് യൂസ് ചെയ്യാറുണ്ട്. അതായത് ദോശമാവായാലും ചപ്പാത്തി ആയാലും എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴേ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടവല് വിരിച്ചിട്ട് നമുക്ക് ദോശമാവ് എടുത്ത് വെക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പ്രശാന്തേട്ടൻ ഇന്ന് 5 മണിക്ക് പോകേണ്ട കാര്യം കൊണ്ട് ഞാൻ 4:30 ആയപ്പോൾ ഞാനും പ്രശാന്തേട്ടൻ എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് നേരത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. കുറേ സമയമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ചോറും കാര്യങ്ങളൊന്നും വെക്കണ്ട, ഇന്നലത്തേക്ക് ഇരിക്കുന്നുണ്ട്. അത് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. തിളപ്പിച്ച് വാർക്കാം. പിന്നെ കൂർക്കപ്പേരി ഉണ്ട്, അതും ചൂടാക്കിയാൽ എൻ്റെ ഉച്ചക്കത്തെ പരിപാടി നടക്കും. പിള്ളേർ പിന്നെ ക്ലാസ്സിൽ പോവല്ലേ, അവർ പലഹാരം കൊണ്ടുപോകാറുള്ളത്. ദോശമാവ് ഒന്ന് ഇളക്കി വെക്കട്ടെ കേട്ടോ. കയ്യിൽ കഴുകി വെക്കട്ടെ. ഇവിടെ ദോശമാവ് എങ്ങനെ അരച്ച് വയ്ക്കണമെന്ന് അറിയാം. സുനിതേച്ചി അമ്മയും പറഞ്ഞതാ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഉഴുന്ന് നല്ലോണം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരയ്ക്കും. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ച് ഇളക്കി കൊടുക്കും. എന്നിട്ട് അതൊന്ന് ഇതാക്കാൻ പുളിക്കാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കും. പിറ്റേ ദിവസം തൊട്ട് ദോശ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ആക്കി വെച്ചതാ. കഴിഞ്ഞ ദിവസം ഉഴുന്ന് വെള്ളത്തിലിട്ട് അരച്ച് വെച്ചു. അരച്ച അതിൻ്റെ കൂട്ടത്തിൽ അരിപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഒന്നുകൂടി ഇളക്കി സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ദോശമാവ് ഇവിടെ ഇരിക്കട്ടെ. ഇത് തക്കാളി സവാളയൊക്കെ അരിഞ്ഞ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു പ്ലേറ്റിലാണ് ഒട്ടുമിക്ക പച്ചക്കറികളും വിരലുമേണ് അരിയുക. കൂടുതലും കുറേ അരിയാനാണെങ്കിൽ നമ്മൾ ചോപ്പിംഗ് ബോർഡ് എടുത്തിട്ട് അരിയും. അപ്പോൾ ഈ വിരലിൽ അരിയുമ്പോൾ ഇതിലേക്കാണ് അരിഞ്ഞിടുക. അതായത് കഴുകി ആദ്യം സവാളയും തക്കാളി എടുത്ത് 2 ഉണ്ടാക്കണം. 2 എടുക്കാം. ഇനി ഉച്ചയ്ക്ക് എനിക്ക് ചോറുണ്ണാൻ തോന്നിയില്ലെങ്കിൽ ഇപ്പം നമ്മുടെ ദോശക്കല്ല് മറ്റേ ഇതല്ലേ, ഇവിടെ പറയുന്നത് കാസ്റ്റ് അയ്യണ്ടല്ലേ. അപ്പോൾ ദോശ നന്നായി ചിലവാകും. കൂടെ നന്നായിട്ട് ദോശ പോകും. അപ്പം ഞാൻ വിചാരിക്കണേ ഉച്ചയ്ക്കും ഇനി എനിക്ക് ദോശ തിന്നാൻ തോന്നണേന്ന് വെച്ചാൽ ദോശ കഴിക്കാൻ ഉച്ചയ്ക്കും തോന്നാന്ന് വെച്ചാൽ നമുക്ക് തക്കാളി ചമ്മന്തി ബാലൻസ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ തക്കാളി ചമ്മന്തി തന്നെ ഇത്തിരി കൂടുതലുണ്ടാക്കാം. ഇതെടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വരാം. അങ്ങനെ സവാളയും തക്കാളിയും കഴുകിയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ഏതെങ്കിലും സൈഡൊക്കെ നാശമായതുണ്ടെങ്കിൽ കളയാനായിട്ട് സൈഡിൽ വയ്ക്കാം. ബാക്കി നമുക്ക് അരിഞ്ഞെടുത്തിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ബോംബെ വ്ളോഗ് എന്നെ കണ്ട് 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 നമ്മുടെ വീട് മിസ് ചെയ്തിട്ടുണ്ടാവുന്നു. ഞങ്ങൾക്കും ബോംബെ പോയി വന്ന സമയത്ത് എനിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ വീട് മിസ് ചെയ്യലായിരുന്നു. അതുപോലെ തന്നെ വന്ന വശം പനി പിടിച്ച് കിടപ്പായി. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യലായിരുന്നു. അപ്പം ഞാൻ എന്തായാലും എനിക്കറിയാം നിങ്ങളുടെ കമൻറ്റ് വരും, ചേച്ചി വീട്ടിലെ വ്ളോഗ് എന്തെങ്കിലും ഇടോ, ബോംബെ വ്ളോഗ് തീർന്നില്ലേ ചേച്ചി, ഇത് തീർന്നില്ലേ എന്ന് ചോദിക്കുന്നു എന്നും ബോംബെ വ്ളോഗ് ഇടുമ്പോൾ. അവിടെ 4-5 ദിവസം ഉണ്ടായില്ല. 4-5 ദിവസത്തെ പ്രോഗ്രാംസ് ഞാൻ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ മൊത്തം ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് അറിയോ വല്ലതും അറിയാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ പാട്ട് വയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് ഞാനൊരു ദിവസം തുടങ്ങാം. നിങ്ങൾക്കറിയാലോ, എന്നെ ഡെയിലി കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം. എനിക്ക് സവാളയുടെ ഉള്ളിൽ എന്നും ഉണ്ടാവും ഇതുപോലെ ഉണങ്ങിയൊരു സംഭവം. അപ്പം ഞാൻ പാട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കില്ലേ, അതാട്ടെ ഞാൻ ഈ ചലച്ചോണ്ടിരിക്കണം. പാട്ട് വയ്ക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കും. കാര്യം ഈ സവാളയും ഇതും കൂടിയിട്ട് ഒരുമിച്ചാണ് ഞാൻ അതിൽ വേവിക്കണേന്ന് വെച്ചാലും അരിഞ്ഞിടുമ്പോൾ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര. അതുകൊണ്ടാണ് സവാള നീക്കിയിരുന്നു, തക്കാളി അങ്ങോട്ട് നിൽക്കണം. 6 മണിയുടെ അലാറായിരിക്കും. 6 മണിയായിട്ടാ. ഈ ഫോണാണ് എൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കാട്ടാ. വീഡിയോസ് എടുത്ത് തുടങ്ങിയത് ഞാൻ ഈ ഫോണിലാണ്. സാംസങ് ആണ്, സാംസങ്. ഇതിലാണ് ഞാൻ പാട്ടുകൾ വെക്കാറ്. പക്ഷെ ഇപ്പോൾ പാട്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. പാട്ടും കൂടി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് എൻ്റെ ആ ഒരു ഫീല് നിങ്ങൾക്കും കിട്ടുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ സ്പീഡ് അടിച്ച് കളയേണ്ടി വരും. പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ സ്പീഡിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതിലും വേറെ നമുക്ക് ഇന്ന് അങ്ങോട്ട് പാട്ടില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പാട്ടില്ലെങ്കിൽ എനിക്കിവിടെ ഭയങ്കര കുറവ് തന്നെയാണ്. എന്നാലും ഇന്ന് പാട്ടില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. രാവിലെ എനിക്ക് വരുമ്പോൾ തന്നെ കുറച്ച് ചൂടാറിയ വെള്ളം, കഴിഞ്ഞ ദിവസം തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഉണ്ടാവില്ല, ഇപ്പോൾ പുതിയത് ചൂടാക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ കുറച്ച് ഹണിയും വെള്ളവും കുടിക്കാറുണ്ട്. കുടിക്കട്ടെ കേട്ടോ. താരം വാടി നോക്കി ഇതിലേക്ക് പകർത്തി വെക്കും തേൻ. നിങ്ങൾ കുപ്പി കണ്ട് ഞെട്ടരുത്, ചില്ലിൻ്റെ കുപ്പിയിലാണ്. അപ്പം അത് നാശാക്കണ്ടല്ലോ, പൊട്ടണ്ടല്ലോ. പൊട്ടിയ തേൻ മൊത്തം പൂയിലേച്ചിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഇവിടെ വെക്കും. ഇതിൽ നിന്ന് കുറച്ച് കുടിക്കും, വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നല്ലതാണോ പൊട്ടിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ചെയ്യാറുണ്ട്. കേക്കിലേക്ക് എടുത്തിട്ടില്ല. 6 മണി ആയ സ്ഥിതിക്ക് ഇനി എല്ലാം ചടപടേന്നാവും മക്കിട്ട് വേഗം ചെയ്യാം. 6:20 ആകുമ്പോൾ പിള്ളേരെ വിളിക്കും. 6:20 അല്ലെങ്കിൽ 6:30. 6:20 അലാറം അടിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ പിള്ളേരെ വിളിക്കേണ്ട സമയം ആവാറായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ ഈ കിച്ചണിൽ പാട്ടൊക്കെ കേട്ടാൽ ഞാൻ നിന്നിട്ടേ സമയം പോലും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും അലാറം വയ്ക്കും. ഭയങ്കര ഓർമ്മശക്തിയാണ്. അതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യം ഓർക്കാൻ വേണ്ടി വൈകുന്നേരം അലാറുണ്ട്. ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കാര്യം ചൊവ്വാഴ്ച ഓർക്കാൻ വേണ്ടി ചൊവ്വാഴ്ച അലാറുണ്ട്. പിന്നെ നമ്മൾ ഈ ജോലി ചെയ്യണവരെ പോലെയല്ല. ജോലി ചെയ്യാന്ന് വെച്ചാൽ ഇതിപ്പോൾ എനിക്ക് ശരിക്കും ഒരു ജോലിയായി വ്ളോഗിങ്. പക്ഷേ ഡെയിലി പുറത്ത് പോയി ജോലി ചെയ്യണം അല്ലെങ്കിൽ സ്കൂളിൽ പോണ കുട്ടികളുടെ പോലെയല്ല. വീട്ടിൽ സ്ഥിരം ഇരിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ആരാണെങ്കിലും ഡേറ്റുകൾ മാറിപ്പോവും. തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ അതൊന്നും മനസ്സിലാവാണ്ടോ, ഏത് ദിവസമാണെന്ന് പോലും ഓർക്കില്ല. നമ്മൾ പെട്ടെന്ന് വിട്ടുപോകും. അപ്പം അതുകൊണ്ട് ഞാൻ അലാറം വയ്ക്കും. ചൊവ്വാഴ്ചകളിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അലാറം വയ്ക്കും. ഏതെങ്കിലും ഒരു അലാറം മിസ്സാക്കാണ്ട് എനിക്ക് ഓർക്കാലോ വീഡിയോ ഇടേണ്ട ദിവസമാണ്. അങ്ങനെ മിക്ക സംഭവത്തിന് അലാറം വെച്ചിട്ടൊക്കെയാണ് ജീവിച്ചു പോണേ. 10-32 വയസ്സായില്ലേ, ഓർമ്മപ്പശക്കൊക്കെ വന്നു തുടങ്ങി. സ്റ്റേഷയുടെ ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോ, അതിൽ കിട്ടിയ പാത്രങ്ങളും നല്ല പാത്രങ്ങളാണ്. പിന്നെ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളില്ലേ, നല്ല സൂപ്പർ പാത്രങ്ങളാണ്.
പിന്നെ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് നല്ല ഇതാക്കി സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മയക്കി എടുത്തില്ലെങ്കിലേ അതിനിങ്ങനെ ഒരു ഇത് വരും, തുരുമ്പ് പോലെ വരും. ഇതിപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് കാസ്റ്റ് ചെയ്യേണ്ട പാത്രത്തിലൊക്കെ കുക്ക് ചെയ്യണത്. അതുകൊണ്ട് ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് ഇതൊന്ന് നന്നായി കഴുകിയെടുക്കാൻ പറ്റാം. ചമ്മന്തി ഉണ്ടാക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൈമയോ പാത്രത്തിമയൊക്കെ ഇരുന്നാലേ അത് ഇറ്റിട്ടായിട്ട് നിലത്തൊക്കെ വീഴും. പിന്നെ ആ ഭാഗത്ത് മാത്രം തന്നെ ചെളി പിടിച്ചിരിക്കണ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം മാക്സിമം ഒരു ആക്കാണ്ടാക്കും. അപ്പം നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. പാട്ട് വെക്കാൻ തോന്നുക, എന്ത് ചെയ്യാനാ, പറ്റില്ലല്ലോ. എടുത്ത സംഭവങ്ങള് അപ്പാപ്പ എടുത്തു വെച്ചാൽ തന്നെ നമ്മുടെ കിച്ചൺ ക്ലീൻ ആയിട്ട് കിടക്കും. ഓക്കെ, ഇങ്ങനെ കിച്ചൺ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ മിക്ക ആൾക്കാരും ചോദിക്കുകയാണ്. ആക്ച്വലി പിന്നെ ഇന്നധികം കുക്കിംഗ് ഇല്ല. പിന്നെ കുക്കിംഗ് ഉണ്ടെങ്കിലും നമ്മൾ അപ്പാപ്പ അതങ്ങോട്ട് ക്ലീൻ ചെയ്ത് പോകുന്നതുകൊണ്ട് അങ്ങനെ. പിന്നെ ഈ മാങ്ങ ഉപ്പിലിട്ട് ഇവിടെ ഭരണിയിൽ വെച്ചിട്ടില്ലേ, അതെന്തിനാന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇവിടെ പ്രശാന്തമായിട്ട് ചോറിൻ്റെ ഒപ്പം വെറുതെ കടിച്ചു കൂട്ടും മാങ്ങ. ജാനും അതെ, ഉപ്പിലിട്ട മാങ്ങ ചോറിൻ്റെ ഒപ്പം കടിച്ചു കൂട്ടും. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ. തക്കാളി ചമ്മന്തി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. വെള്ളം തിളച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ തക്കാളി ഇട്ടാൽ നന്നായിട്ട് വാട്ടുക. അത് കഴിഞ്ഞ് സവാളയും കൂടി ഇടാൻ നന്നായിട്ട് വാട്ടില്ല കേട്ടോ, സോറി, മീഡിയം വാട്ടുള്ളൂ. എന്നിട്ട് നമ്മളത് ചൂടാറുമ്പോൾ ഓഫ് ചെയ്യണതിന് മുമ്പ് മുളക് പൊടി ഇട്ട് ഇളക്കി ചെയ്ത് കളിമുള അടച്ചിട്ട് ചായ വെക്കണം. ചായ നമ്മൾ സ്ഥിരം കൂട്ടുകാർ ആണ് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചായപ്പൊടി നമ്മൾ കണ്ണന്തേവൻ്റെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഏലക്കായ പൊടിച്ചിടുക ചെയ്യാം. എനിക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമാണ്. പിന്നെ പണ്ടത്തെക്കാളും ഒരു പൊടിക്ക് കടുപ്പം ഞാൻ കൂട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കയറി വന്നേക്കണ പുതിയതെന്നുകൊണ്ട് സമ്മതിക്കില്ല. നമ്മുടെ മുതലില്ലേ അമ്മിണി മീൻസ് നമ്മുടെ ദേവിക കുട്ടിയില്ലേ, ശ്രീകുട്ടൻ്റെ, എൻ്റെ അനിയൻ്റെ വൈഫ് നാത്തൂൻ, അവൾക്ക് നല്ല കടുപ്പാ. അപ്പം ഇപ്പം അവൾ വരുമ്പോൾ നല്ല കടുപ്പ് ഇട്ടിട്ട് എൻ്റെ കടുപ്പം തന്നെ എനിക്ക് മനസ്സിലാവണ്ടേ. ഇടയ്ക്കൊരു അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് കയറി വരും. ഫോൺ ചെയ്തുകൊണ്ടിരിക്കില്ല, ഗേറ്റ് തുറന്നു വരും. അങ്ങനെ എൻ്റെ സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അതിന് മുമ്പ് ഇത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. യൂട്യൂബ് ഇൻകത്തിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഇല്ലേ ഉണ്ട് എൻ്റെ പോസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ലേ ഇപ്പം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ നിങ്ങൾക്കിപ്പോൾ കാണാൻ താല്പര്യമുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഹൗ ടു ബിക്കം എ യൂട്യൂബർ, എൻ്റെ ഫസ്റ്റ് ഇൻകം, യൂട്യൂബ് ഇൻകം, പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ഇതാക്കണമെന്നുള്ള ഡീറ്റെയിൽസ് ഇടാമെന്ന് വിചാരിച്ചേക്കണേ. അങ്ങനെ ഇപ്പോഴത്തെ പ്ലാനിങ്. അത് ഇട്ട് കഴിഞ്ഞിട്ടാണോ ഇത് ഇടാമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഫസ്റ്റ് ഇടാൻ നോക്കാം. ഇത് വിളിച്ചെണ്ണ കുറവുണ്ട്. പിള്ളേരെ വിളിച്ച് സ്കൂളിൽ വിടുമ്പോൾ ചിലപ്പോൾ ചില ക്ലിപ്പുകൾ ഉണ്ടാവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് എല്ലാം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളെന്നോട് ക്ഷമിച്ചാൽ മതി. ബാക്കി ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്ന് ഉൾക്കൊള്ളിക്കാൻ നോക്കാം. ഈ തക്കാളി മുട്ടൽ എനിക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ തക്കാളി സവാളയും വാടട്ടെ, ചായ തിളക്കട്ടെ, പാലെടുത്ത് പുറത്ത് വയ്ക്കാം. പാട്ട് കേൾക്കാൻ തോന്നുന്നു.
ഇരുട്ടാണ്, പുറത്ത് നല്ല തണുപ്പും വരുന്നുണ്ട്. ഈ ജനലയുടെ ഇവിടേക്ക് നിൽക്കുമ്പോൾ ചൂടാണ്, ഈ ജനലയുടെ ഇവിടെ വരുമ്പോൾ നല്ല എ സിയിൽ നിൽക്കണ പോലെയാണ്. അതും അപ്പുറത്തും അങ്ങനെയാണ്. തണുപ്പാണെങ്കിൽ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കാണണോ പുറത്തൊക്കെ കാഴ്ച? നല്ല ഇരുട്ടാണ്, കണ്ട നല്ല ഇരുട്ടാണ് മക്കളെ, നല്ല ഇരുട്ടാണ്. വെളിച്ചായി തുടങ്ങി, 6 മണി കഴിഞ്ഞില്ലേ, ഇനി പെട്ടെന്നാവും. ഇനി ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ വ്യൂ കാണിച്ചു തരാം. ഈ ജനലുകളുടെ ഉള്ളിൽ കൂടെയുള്ള വ്യൂ ആണ് ഇനി അടുക്കളയിൽ തന്നെ പിടിച്ച് നിർത്തണ ആള്. അപ്പം നമുക്ക് ബാലൻസ് കാര്യങ്ങൾ ചെയ്യാം. ഏകദേശം തക്കാളി സബോളയും ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. ഇറക്കിയിട്ട് നോക്കാം ഇനി വേണം. എന്നാൽ ഒരുപാട് എരിവാണെങ്കിൽ ഗ്യാസിന് വലിയ താല്പര്യം വരില്ല. മതി, ഇത്രയും എരിവ് മതി. ഓക്കെ, ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് താഴേക്ക് ചൂടാവട്ടെ. ഇതിൽ ചായ ആക്കാനുള്ള കട്ടൻ തിളച്ചിട്ടുണ്ട്. നമുക്കതിൽ പാല് ചേർത്ത് കൊടുക്കാം. നന്നായി പാല് വേണം എനിക്കിട്ടാ, നന്നായി പാല് വേണം. അതായത് പാലും വെള്ളവും സമം വേണം. ഏലക്കായ ഇട്ട ചായപ്പൊടി വേണം. പിന്നെ എനിക്ക് മധുരം വേണം. സമയം മധുരം കുഴപ്പമില്ല. മുളക് പൊടിയുടെ ആവശ്യം കഴിഞ്ഞ സ്ഥിതിക്ക് മുളക് പൊടി പിന്നെ എടുത്ത് വെക്കാം. പാട്ട് വന്നു. താലിയത്തെ വായില്ല നീ തായം പുഞ്ചാതി. പാട്ട് വെച്ചാൽ പണിയാവില്ലേ? കണ്ടോ, ഞാൻ രാവിലെ യൂട്യൂബ് എടുക്കണ വഴിക്ക് എനിക്ക് വരുന്നത് സോങ്സാ. എന്താന്ന് വെച്ചാൽ ഞാൻ ഈ സമയത്ത് സോങ്സ് വയ്ക്കുന്ന യൂട്യൂബിന് പോലും മനസ്സിലായി. എന്നിട്ടും യൂട്യൂബ് ഇങ്ങനെ ചെയ്യണത് ഒട്ടും ശരിയല്ല. എന്താ പാട്ടിലെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ പാടാം. കേൾക്കുന്നുണ്ടോ? നമുക്ക് കേൾക്കണ്ട? കേട്ടാ എൻ്റെ കിളിക്കൂട്ടന്മാരുടെ പാട്ട്. അങ്ങനെ നമ്മുടെ ചായ തിളച്ച. ഐ ആം ഹാപ്പി. ഈ പാട്ടായാലും മതി ഇന്ന് എനിക്ക്. കിളിക്കൂട്ടന്മാർ പാട്ട് പാടുന്നുണ്ട്. അവരെഴുന്നേറ്റു. അവർക്കും ഏകദേശം ഒരു 6 മണി 6:30 അതൊക്കെയാണ് കേട്ടോ അവരുടെ ടൈം. അവരെഴുന്നേറ്റുന്ന ടൈം. പിള്ളേരെ വിളിക്കണം. കണ്ട, ഇതാണ് ഞാനിങ്ങനെ കിച്ചണിൽ കയറിയിട്ടേ അത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അലാറം വെക്കേണ്ടത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഇതുപോലെ ഓരോന്നും ശ്രദ്ധിച്ച് അതിലങ്ങോട്ട് മുഴുകിപ്പോകും. പാട്ട് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ട. പിന്നെ പാട്ടിൽ ആ ലോകമാണ് എൻ്റെ. അപ്പം അതാണ് കുട്ടികളെ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ അറിഞ്ഞത്. സമയമൊന്നും അറിയില്ല. ഇപ്പോൾ ക്ലോക്ക് നിന്നു, അതിൻ്റെ ഒക്കെ ബാറ്ററി മാറ്റണം. മരത്തിൻ്റെ ക്ലോക്കുകളില്ലേ നമ്മുടെ, കന്നു. സൗണ്ട് കേട്ടത് മഞ്ഞക്കറുമ്പൻ്റെ കക്കാന്നിട്ടുള്ള ഭയങ്കര സൗണ്ട്. അവത്തിരി റഫാണ്. അവർ കുഞ്ഞിക്കിളികളുടെ ഒക്കെ മുട്ട എടുത്ത് കഴിക്കാനായിട്ട് വരുന്നുണ്ടേ. അത് കുഞ്ഞിക്കിളികളുടെ ഭാഗങ്ങൾ. അതുപോലെ തൊട്ടിക്കിളി നടക്കുന്നുണ്ട്. തൊട്ടിക്കിളിയും ഈ ചെറിയ കിളിയുടെ മുട്ടയൊക്കെ പൊട്ടിച്ച് തിന്നാവോ. തൊട്ടിക്കിളിനെ ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്. അവൻ അത്ര കാരനാന്ന് ഞാൻ വിചാരിച്ചില്ല.
അപ്പം നമുക്ക് മക്കളെ വിളിക്കാൻ പോവാം. കമോൺ. എൻ്റെ ശിവനേ ഭഗവാനേ. ഇപ്പം 2 പേര് ഈ റൂമിലാണ് കിടക്കണേ കേട്ടാ. ഗുഡ് മോർണിംഗ്. എഴുന്നേക്കൂ. ഞാനും അംശയും 2 പേരും എഴുന്നേക്കും. ഞാൻ ലേറ്റ് വാ. അപ്പൊ നമുക്ക് തിരിച്ച് അടുക്കളേക്ക്. പൊന്നെ ജാനു ബേബി യൂണിഫോമും ഇന്നറൊക്കെ എടുത്തിട്ട് പോ കുളിക്കാൻ. ഒരു ഗുഡ് മോർണിംഗ് പറയൂ. ഇതിൽ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് സുന്ദരി മണി. ഗുഡ് മോർണിംഗ്. കുളിച്ചില്ലല്ലോ, എന്തൊരു സുന്ദരിയാ. കുളിച്ചിട്ട് വാ. അപ്പം നമുക്ക് ഇനി അടുക്കളയിൽ പോവാ. അവർക്ക് ദോശ ഉണ്ടാക്കാം. ചൂട് ദോശ. പിള്ളേർക്കുള്ള ദോശ ഉണ്ടാക്കണം. അപ്പം അതിനെ ഇത് ദോശ അതൊന്ന് ചൂടാകുമ്പോഴേക്കും ഞാൻ പ്രശാന്തായിട്ട് ഇതിനായിട്ട് നോക്കിയിട്ട് വരാം. കാണണോ നിങ്ങൾക്ക്? ചെറിയൊരു മഞ്ഞിൻ്റെ ഫീല് കിട്ടുന്നുണ്ടോ? ചെറിയൊരു മഞ്ഞുണ്ട്. എനിക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് മറ്റേ വാഴത്തണ്ട് വേണ്ടേ, വാഴത്തണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ വണ്ടി ചാർജിലിട്ടുണ്ട്. ഞാൻ പോയി വാഴയുടെ ഇത് പൊട്ടിച്ചിട്ട് വരാം. വാഴ ഇത് കിട്ടിയിട്ടുണ്ട് കണ്ട. ഇതുകൊണ്ടാണ് ദോശയിൽ വെളിച്ചെണ്ണ സെറ്റാക്കണത്. അപ്പോൾ നമുക്ക് കിളികളുടെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ദോശ ഉണ്ടാക്കാം. ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് പോയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഓണാക്കിയിട്ട് പോയാൽ പണി കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു. എൻ്റെ കണ്ട മുമ്പത്തെ സാധനം ഉണങ്ങി. കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നമുക്ക് ദോശ ഉണ്ടാക്കൽ സ്റ്റാർട്ട് ചെയ്താലോ? പിള്ളേര് വരും. ചമ്മന്തി അരച്ചിട്ടില്ല ഞാൻ. ദോശ ഇതിൽ വെച്ചിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഒരെണ്ണം ചൂടാൻ വെച്ചിട്ടേ. ഇഡലിയും സാമ്പാറും ചട്നി. ഈ ദോശക്കല്ലിൻ്റെ ഗുണം എന്താണെന്നറിയോ? നമ്മുടെ ദോശ പെട്ടെന്ന് കിട്ടും. പിന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഓഫ് ചെയ്യാം. നന്നായി ചൂടായി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ കല്ലിന് എപ്പോഴും ചൂടുണ്ടാകും. ഒരു ദിവസം എൻ്റെ കയ്യിൽ പൊള്ളി. അത് ശ്രദ്ധിക്കണം. എന്നാലും നമ്മുടെ ഗ്യാസിൻ്റെ ഉപയോഗത്തിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് സെൻറ്ററിൽ കാണാം. ദോശ ആകുമ്പോഴേക്കും നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയാലോ? എപ്പോഴേക്കും പ്രശാന്ത് എണ്ണ ചൂട് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്യും. കുത്തിക്കോളൂ. നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി. ടേസ്റ്റ് ചെയ്തോട്ടെ. സെറ്റ്. ആവശ്യം കഴിഞ്ഞപ്പോൾ സംഭവങ്ങൾ അതാത് സ്ഥാനത്ത്
നമ്മുടെ മമ്മശൂന് നോൺ സ്റ്റിക്കുമ്മ ദോശ ഉണ്ടാക്കിയാണല്ലോ ശീലം. അതുകൊണ്ട് ഇതുമ്മ ഉണ്ടാക്കുമ്പോൾ അവൻ നെയ്യ് പരറ്റാൻ അല്ലെങ്കിൽ വെളിച്ചെണ്ണ പരറ്റാൻ മറന്നു പോകും. ഇപ്പം നല്ല വെളിച്ചമായി കാണിച്ചു തരാട്ടാ. ഇപ്പം നല്ല വെളിച്ചമായി നമ്മുടെ മുറ്റം സുഖമായിട്ട് കാണാം. കണ്ട പുറത്ത് കൂടെ കാണിക്കാം. കണ്ടോ നമ്മുടെ ജനലിൽ നിന്നുള്ള വ്യൂ കണ്ട. അടിപൊളിയല്ലേ? ആ ബക്കറ്റിൽ ഇത്തിരി വെള്ളമാക്കി വെക്കുന്നതാട്ടാ. ഇത് ആ റെഡ് ബക്കറ്റ് കാണില്ലേ, അതിൻ്റെ ഇടയിൽ കാണണ്ട നിങ്ങൾക്ക്, അതിൽ ഞാൻ വെള്ളമാക്കി വെക്കുന്നതാട്ടാ. കിളികൾക്ക് എന്നും കളയും, വീണ്ടും ഒഴിച്ചു വയ്ക്കും. അങ്ങനെ ഇനി ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇത്രയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ബോറടിക്കും, ഇടയ്ക്കൊക്കെ ഒന്ന് കട്ടാക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് ദോശകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഡൈനിങ് റൂം റെഡിയാക്കാം. അതെ, രണ്ടുപേരും ഓരോ പ്ലേറ്റ് എടുത്തോ. പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വാ. ID കാർഡും കോളറൊക്കെ ഒന്ന് ശരിയാക്കൂ. നമുക്ക് പാടാൻ കുഴപ്പമില്ല, നമ്മുടെ പാട് കൊണ്ട് നമ്മൾക്ക് സ്വന്തമായിട്ട് പാടുന്നല്ലോ. മതിയില്ല, ശരി വേണം. നിനക്കത് ഓർമ്മയില്ല. മുടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടല്ലേ ഹെയർ ബാൻഡൊക്കെ വയ്ക്കുക. കേറിയിരിക്കൂ മേഡം. കളയാണ്ട് കഴിക്കട്ടെ, താഴൊന്നും കളയാണ്ട്. ഞാൻ ഈ ഒരു ദോശ കൊണ്ട് ആക്കിയിട്ട് ഞാനും വരാം. ചായ കൊടുക്കണം. തുമ്മങ്ങിട്, അങ്ങോട്ട് തുമ്മങ്ങിട്. ആ തുമ്മലല്ല, ഒറിജിനൽ തുമ്മൽ. ഞാൻ ഈ ദോശ കൂടെ എടുത്തിട്ട് വരാം. ഞാനും അച്ഛനെ കാണാനില്ല, അച്ഛനെ കാണാനില്ല കേട്ടോ. മുടിച്ച് നിൽക്കും. ഉമ്മേ കഴിക്ക് ജാനു വേഗം. അവളുടെ അങ്ങനെ ചമ്മന്തി തൊടണല്ലേ, ദോശയും തൊടണല്ലേ. നംശീന്റെ കഴിഞ്ഞു, എന്റെ ദോശയും കഴിഞ്ഞു. ജൊല്ലി കൊടുക്കുന്നുണ്ട്.
उधर ही जाओ भैया, उधर लकड़ी पूरा रेडी करो, गाड़ी आएगा, रेडी करेगा. ഇതുപോലെയാ ചേട്ടാ സാധനം? ചരടല്ല, എല്ലാവരും പൂജിച്ച് കിടന്ന ചേട്ടല്ലേ, പൂജിച്ചോന്നല്ലോ. സൗണ്ടോട് കൂടി ഇടുന്ന വീഡിയോ ഞാൻ സൗന്ദര്യം പറയണ്ട, എല്ലാം വരും. അതെടുത്ത് പുറത്തേക്ക് വെക്കണം. ഇനി അടുത്ത ആളെ പീരിടിപ്പിക്കണം. പിള്ളേരെ പീരിടിപ്പിക്കലാണ്. കുഞ്ഞി പിള്ളേരെയൊക്കെ കഷ്ടമാണ് ഇവിടത്തെ അച്ഛൻ. തല്ലൂട്ടത്തിന് ബെസ്റ്റാണ് പ്രശാന്തേട്ടൻ. ജാനുമായിട്ടാണ് പൂരാങ്കുളം. എന്നാ ജാനുമായിട്ട് തന്നെയാണ് സ്നേഹവും. ജാനു ബേബി കഴിഞ്ഞാ? എന്റെ ജാനു ഈശ്വരായ എഴരിയായി. ജാനു വേഗം കഴിക്ക് പൊന്നെ, ഇപ്പൊ പൂവാറാവും. വേഗം കഴിക്ക്. ഞാൻ ഫുഡാക്കല് വരെ കഴിഞ്ഞു. ആ ചെരുപ്പേ ചേട്ടാ അത് ഇടണ്ടാട്ടാ, നനവില്ലേ? അപ്പൊ അതാ പറഞ്ഞേ, അതാ വെയിലത്തേക്ക് എടുത്തു വയ്ക്കും. ജാനുമായിട്ടാണോ വഴക്ക്? ഇപ്പൊ 2 സംശയമുണ്ടാ? ഒരു സംശയം ഓടിയുണ്ട്, ഒരു സംശയം അച്ഛന്റെ ബാക്കിലുണ്ട്. വഴക്കല്ലല്ലോ ഇനി, വഴക്കായാലല്ല സെറ്റ് ആവുള്ളൂ. മതി പോയി റെഡിയാവും, സമയം പോണ്. നമശിവ ചേട്ടാ പൂവാറായിട്ടാ. ജാനു നീ എങ്ങടാ അങ്ങോട്ട്? എന്തുട്ടാടാ സ്വകാര്യം? ഞാനേ സ്നാക്സ് ആക്കട്ടെ. ജാനുവിനോട് ജാനുവിനെ വേഗം ജാനുവിനോട് ആ കോട്ടപ്പൂരിക്കോളം പറയും, ചൂടാവും. ആ കോട്ടപ്പൂരമ്മളോട് ജാനിക്ക് ആ കോട്ടൂരിക്കോട്ടെ. പ്രശാന്തേട്ടാ നിങ്ങളുടെ മോള് അവള് ജാനിക്കുട്ടി മറ്റേ ഇതില്ലേ ബെൽറ്റില്ലേ, ബെൽറ്റ് ഒരു ദിവസം വന്നപ്പോ ബെൽറ്റ് ഇല്ലാട്ടാ. ആ ബെൽറ്റ് വാങ്ങണം. സ്കൂളിലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ കാത്തിരുന്നിട്ട് എന്താ കാര്യം? പുറത്ത് കൊണ്ടുപോയി വെച്ച വേഗം ഒഴുകി കിട്ടും. അല്ലെങ്കിൽ ആ പൂളിന്റെ അവിടെ ഇല്ലേ, അവിടേക്ക് നല്ലോണം വെയിൽ കിട്ടും. ശരി, പൂളിന്റെ അവിടെ കുപ്പിന് ആവശ്യം പിടിച്ചേ അതിന്റെ ദോഷം നമുക്ക് പിടിക്കും. അപ്പോ നമുക്ക് റെഡി ആയിട്ട് നോക്കാം. പോട്ടെ പ്രശാന്തേട്ടാ, ടാറ്റ പോട്ടെ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? പോവാ. ബാ നിങ്ങൾ ഇന്ന് വർത്താനം പറഞ്ഞിരുന്ന് നേരം വൈകി. നമശിവ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് വേഗം പോവാം. ജാനു വേഗം പോവാം. ആ മുമ്പിക്ക് മുടിയിടണ്ടേ, അത് വേണമെങ്കിൽ കുത്തി വെക്കാട്ടാ. വേഗം മുടിക്കോ. ഞാൻ ശരിക്കും നേരം വൈകിട്ടാ, വെറുതെ പറയല്ല. നമുക്ക് പിള്ളേരെ വിട്ടിട്ട് അയ്യോ. ടോട്ടല് 8 എണ്ണല്ലേ ഉള്ളത്? 9. 2 വെള്ളയുണ്ട്. അതെ, ഇവിടെ ഞാൻ 8 എണ്ണം കണ്ടുള്ളൂ. 9 പട്ടിക്കുട്ടികളുണ്ട്. 2 അമ്മമാരാ പ്രസവിച്ച് കിടക്കണേ. ഒരമ്മ ഇവിടെ ഉണ്ട്. ജിംബ്രൂട്ടനെ കാണാനില്ലല്ലോ. കിടന്നുറങ്ങാണ് അമ്മ. പക്ഷെ നോക്കണ്ട, ജിംബ്രൂട്ടൻ ഉണ്ടല്ലോ. ജിംബ്രൂട്ടൻ ഈ അമ്മയുടെ പോലെ അല്ല കേട്ടോ, ഭയങ്കര ശ്രദ്ധ. അതിൻ്റെ ഉള്ളുണ്ടാവട്ടെ ജാനു ജിംബ്രൂ. ഇങ്ങോട്ട് പോരെ. എന്നാ ജിംബ്രൂ ഇതിലെ വണ്ടികൾ പോകുമ്പോ ഭയങ്കര ഒച്ചപ്പാടാ. കടിക്കുന്നു ചേട്ടേ, ഇടിക്കുന്നു ചേട്ടേ. കടിക്കുന്നു വെച്ചിട്ടല്ല, ഈ കുഞ്ഞുങ്ങൾ ഓടുമ്പോ വണ്ടി അങ്ങനെ മേലെ കൊണ്ടാലോ വെച്ചിട്ടേ. ഓടാറായില്ലോ. ഇതിന്റെ അടിയിൽ തന്നെ കിടക്കാൻ കുഴപ്പമില്ല, നമ്മുടെ ഈ വഴിക്ക് പോയാലും കുഴപ്പമില്ല. വെയില് നിങ്ങളുടെ മുഖത്തേക്ക് എവിടെ ജംഷുവിന് പോയില്ല. തന്നെ നടക്കാൻ വഴിയില്ല. അച്ഛൻ വരുന്നുണ്ട്. ഞാനും ഇതേ അച്ഛൻ വന്നു.
ബാഗുകൾ മാറ്റി വെച്ചാ ലഞ്ച് ബാഗ് പെട്ടെന്ന് അത് ഇതിന് അമ്മ നോക്കണേന് മുമ്പ് അതിരുന്ന എന്റെ വാല് കടിക്കാൻ ഗോൾഡൻ കളർ അമ്മ ഇതുപോലെ എനിക്കറിയാം നമ്മുടെ സ്നൂപ്പിയും കുട്ടികളൊക്കെ കൈയും സ്നൂപ്പിയും കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ സൺലൈറ്റ് അടിക്കുക ഇതിലൊക്കെ തുറക്കാൻ പറ്റില്ല കണ്ട് എന്നാലും ഉണ്ടാ മുഖം ഇതാവണില്ലേ ഗോൾഡൻ കളർ കയ്യും ഇവിടെയാണ് നൈസ്. അപ്പോൾ പിള്ളേരെ വിട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീട്ടിലത്തെ ഇന്നത്തെ ദിവസം കാണാം. ഇന്ന് ഫുൾ ഫ്രീ ആണ്, ഇന്ന് എനിക്ക് ഷൂട്ടില്ല, ഇന്ന് എഡിറ്റിംഗ് ഉണ്ട് കുറച്ച്, എന്നാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്യാം. പിന്നെ ചേട്ടuച്ചയ്ക്ക് ഉണ്ണാനൊന്നും വേണ്ടിയില്ല, അപ്പോൾ നമുക്ക് പറമ്പിക്കൊക്കെ ഒന്ന് ഇറങ്ങാം, സെറ്റാക്കാം. വണ്ടി വന്നു, അപ്പോൾ പിള്ളേരെ വിടട്ടെ കേട്ടാ. നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുവിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലോകം, നമ്മൾ മാത്രം. ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം എന്നുള്ളതാട്ടാ. നമ്മുടെ വീടിൻ്റെ ആ ഗോപുരത്തിൻ്റെ മുകളിലുണ്ടല്ലോ, ഇവർ രണ്ടുപേരും മിക്ക ദിവസം ഇതുമ്മ അല്ലെങ്കിൽ മറ്റേ ഗോപുരത്തുമ്മ മിക്ക ദിവസവും ഞാൻ ഈ പിള്ളേരെ കൊണ്ടാക്കി വരുമ്പോൾ കാണാറുണ്ട് 2 തൊപ്പിക്കിളികൾ. ഇവർ രണ്ടുപേരും മാത്രമല്ല, കുറേ തൊപ്പിക്കിളികളുണ്ട് ഈ നമ്മുടെ ഗോൾഡൻ ബാമ്പൂലൊക്കെ നിറച്ച് അവരുടെ കൂടാണ് ഇപ്പുറത്തും. അപ്പോൾ അവന്മാർ ഇന്നും പതിവ് തെറ്റിക്കാതെ എന്നെ കണ്ണി കണ്ടു പോകാനായിരിക്കും. ഇതാ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. തിരികെ കഴിഞ്ഞാൽ പിന്നെ അവർ ബിസിയാവും, അവർ വർക്കിന് പോവും. ഇതിലല്ലെങ്കിൽ ഇതിൽ ആ നമ്മുടെ സോളാറിൻ്റെ അവിടെയാണ് വന്നിരിക്കാറുള്ളത്. കിളികളുടെ ഒച്ചയൊക്കെയല്ലേ, ടുട്രു ടുട്രു കേൾക്കണില്ലേ? ആഹാ, എൻ്റെ മാങ്ങയൊന്നും എടുക്കരുത് കേട്ടാ. ആ ഒരു കിളി, ഒരു പച്ച കളർ കിളി, തത്തയല്ല അത്. പോയാ ഇല്ലല്ലോ, അവിടെ അനക്കം കണ്ട്, ആശാനെ കാണാൻ പറ്റണല്ലേ. കണ്ടാ മാങ്ങ, ഇതിൽ നിന്ന് കുറച്ച് മാങ്ങ പൊട്ടിച്ച് ഇന്ന് നമുക്ക് അച്ചാറിട്ടാലോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു കുക്കിംഗ് ഉൾപ്പെടുത്താം. ഇതിൽ നിന്ന് കുറച്ച് മാങ്ങ ഇന്ന് പൊട്ടിച്ച് നമുക്ക് അച്ചാറിടാം. അവർ പറന്നു പോയിട്ടോ മുതൽ പച്ചക്കിളി, അതിന് അല്ല പോയിട്ടില്ല, ഇവിടെ ഉണ്ടത്. എന്തൊട്ടാണോ അതിൻ്റെ പേര്? അതാ അതാ ഇതാ ഈ കിളി, എന്തൊട്ടാ അതിൻ്റെ പേര്? അവൻ കാണാൻ പാകത്തിന് വന്നിരിക്കുന്നുണ്ട്. പറഞ്ഞു. അപ്പം നമുക്ക് ഇതുമെന്ന് കുറച്ച് മാങ്ങ പൊട്ടിച്ച് വേണമെങ്കിൽ അച്ചാറിടാം. ഓക്കെ, ഞാനെങ്ങനെ അച്ചാറിടാമെന്ന് കാണിക്കാം. സത്യം പറഞ്ഞാൽ എൻ്റെ റെസിപ്പി അല്ല, നമ്മുടെ സുനിതേച്ചിയുടെയും എൻ്റെ അമ്മയുടെയൊക്കെ റെസിപ്പിയിലാണ് ഞാൻ അച്ചാറിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ മൂവാണ്ടൻ മാവിൽ നിന്ന് മാങ്ങ പൊട്ടിച്ചിട്ട് ഇന്നൊരു കുട്ടി അച്ചാറും കൂടി ഇടാം. ചെറിയ അച്ചാറ്, വലിയ രീതിയിലുള്ള അച്ചാറാന്നൊന്നും വിചാരിക്കരുത്. വെളുത്തുള്ളി ഇടില്ല കേട്ടോ. ഞങ്ങൾ പ്രശാന്തനും ഒന്നും വെളുത്തുള്ളി വലിയ ഇഷ്ടമില്ല. വെളുത്തുള്ളി അച്ചാറായ ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേരെയൊക്കെ വിട്ട് വന്നു, വീട്ടിലെത്തി. ഇനിയൊക്കെ പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി, ഒരു തിരക്കുമില്ല. അപ്പോൾ നമുക്ക് ഈ എൻ്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന മാങ്ങകൾ പൊട്ടിച്ചിട്ട് കുറച്ച് അച്ചാറിടാം. ആദ്യം തന്നെ ഞാൻ അമ്മേനൊക്കെ ഒന്ന് വിളിക്കട്ടെ. അമ്മേനെ വിളിച്ച് അമ്മയുടെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും പറയട്ടെ. അതിനുശേഷം നമുക്ക് അച്ചാറൊക്കെ ഇടാം. ഓക്കെ, ഞാൻ വേറൊരു സംഭവം കാണിച്ചിട്ട് ഞാൻ ഇതിൽ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചേ. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് സൺലൈറ്റ് അടിച്ചിട്ടേ ആ മരത്തിൻ്റെ ചെറിയ ആ ചെടിയില്ലേ എന്താണ് ഈ നീളനരികളത്, അതിൻ്റെ ഇതപ്പുറത്ത് നിഴൽ വരുന്നു. കാണിച്ചു തരാം. ഞാൻ ബാക്ക് ക്യാമറ ആക്കിയിട്ട് കാണിച്ചു തരാം. ഒരു പടം വരച്ചതുപോലില്ലേ, ഈ ഇലകളാണ് അവിടെ കാണുന്നത്. ഗുഡ്, ഇഷ്ടമായി. അമ്മേനെ വെച്ചുകൊണ്ട് കുറച്ച് പണികളും കൂടി തീർക്കാം.
ചായയോ വെള്ളമോ എന്തെങ്കിലും തന്നൂടെ നിങ്ങൾക്ക്? ഇമ്മാതിരി ചത്ത് പണിയെടുത്തിട്ടല്ലേ? അല്ല, ഇവർക്ക് ഇങ്ങനെ ഒരു ഡീപ് ക്ലീനിങ്ങിന്റെ പരിപാടി തുടങ്ങാലോ. അല്ല, അതിലിപ്പോ ഭാവിയുണ്ടല്ലോ. അമ്മണിയോടൊന്ന് പറയായിരുന്നു. ആ, ഭർത്താവിന്റെ കാര്യം എനിക്കറിയില്ല, ഭാര്യക്ക് നല്ല കഴിവുണ്ട്. രണ്ടുപേരും വേണല്ലേ, മേൽനോട്ടത്തിനായാലും വേണം. പിന്നെ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് പൊടി മൊത്തം ഉണ്ടാവുക, വാക്യൂം ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ തുറന്ന് ഇതുപോലെ കളയണം. എന്നും ഇത്രയും പൊടി ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടൊക്കെ ഇവിടെ വന്നാണ് വാക്യൂം ചെയ്തെടുക്കണ ആരം കൊണ്ടായിരിക്കും. അതായത് പഴയ നീക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെട്ടി മാറ്റാം. മാറ്റം വളമായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതാ നിൽക്കണ മാങ്ങകൾ പൊട്ടിക്കണ്ടേ? ഫുള്ളല്ലെങ്കിലും കുറച്ച് പൊട്ടിക്കണ്ടേ? പോവാം. നമുക്ക് ബാക്കിൽ നിന്ന് തോട്ടി എടുത്തിട്ട് വരാം ആദ്യം തന്നെ. ഇത് നമ്മുടെ ഈ വീടിൻ്റെ സൈഡിലത്തെ വഴിയാണ്. മുകളിൽ ഗ്ലാസ് ഇട്ടുണ്ട്. രാശേൻ്റെ മാവുമെന്ന് മാവിൻ്റെ ഇത് നടക്കുന്നുണ്ട്. നമുക്ക് തോട്ടി എവിടെയാണെന്നുള്ളത് നോക്കട്ടെ. തോട്ടി ആ പേരേമ വെച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മുടെ ഏതൻ തോട്ടം. അത് ഒരു വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് മൂത്തിട്ടില്ല. ഇനി ഇതുമ്മയും കുഞ്ഞും വാങ്ങാൻ അവിടെ ഇവിടേക്ക് ഉണ്ടാവേണ്ടതാണ്. കണ്ടാ, കാണുന്നുണ്ടോ നിങ്ങൾ? ഇതേ കുഞ്ഞു കുഞ്ഞു വാങ്ങിയിട്ടുണ്ടാവണ. ഇത് ബനാന മാംഗോ അല്ലേ? ബനാന മാംഗോ തോന്നുന്നുണ്ട്. നല്ല നീട്ടത്തിൽ ഉള്ള മാങ്ങയെന്നൊക്കെ പറയുന്നുണ്ടായി അവർ. ആദ്യമായിട്ടാണ് കഴിക്കണം കേട്ടോ അതൊക്കെ. ഒരു നാരങ്ങ, 2 നാരങ്ങ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്കത് പറക്കാം. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി പറക്കിയിട്ട് വരാം. 2 നാരങ്ങയുണ്ട് അതിൻ്റെ കടയ്ക്ക്. 2 അല്ല കേട്ടോ, 30 3 4 കിട്ടി. മാങ്ങ പൊട്ടിക്കണ്ടേ? കിതക്കാണ്. പണ്ടത്തെ പോലെ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല. അതിന് എനിക്ക് ആ വൈറൽ ഫീവർ വന്ന പിന്നെ കിതപ്പൊക്കെയാന്നേ. പിന്നെ കൊറോണയും വന്നിട്ടുണ്ടല്ലോ. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. ഇപ്പം വരണ ഈ വൈറൽ ഫീവറൊക്കെ എനിക്ക് തോന്നണേ കൊറോണയുടെ വകഭേദിത്തങ്ങളാണോ എന്നാണ്. നിങ്ങൾ ഫുള്ള് ക്യാമറ നിരീക്ഷണത്തിലാണ് കേട്ടോ. ഫുള്ള് ക്യാമറയാണ് ചുറ്റും നമ്മുടെ വീട്ടിലെ. അപ്പം ഞാൻ മാങ്ങ പൊട്ടിക്കാം, നിങ്ങളിവിടെ ഇരുന്ന് കാണും.
തോട്ടി കൊണ്ടുവച്ചിട്ട് വരാം. ഇനി നിങ്ങളെ കൊണ്ടുപോകണില്ല, തോട്ടി കൊണ്ടുപോകാൻ. തോട്ടി കൊണ്ടുപോയി നിങ്ങളെ കൊണ്ടുപോകില്ല. ഇപ്പോൾ വരാം. തോട്ടി കൊണ്ടുപോയിക്കാൻ പറ്റും. ഞാനൊരു സംഭവം കണ്ടു. മാങ്ങ പറക്കി എടുത്ത് വെച്ച് ഞാൻ കാണിച്ചേക്കാം. മാങ്ങ പൊട്ടിച്ചത് ഇതാണ്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ അച്ചാറിടും, കുറച്ച് എൻ്റെ അച്ഛന് കൊടുക്കും. അതായത് പ്രശാന്തൻ്റെ അച്ഛൻ മോഹനൻ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അച്ചാർ ഇട്ടിട്ട് കൊടുക്കണോ മാങ്ങ കൊടുത്തു വിടണോ? മാങ്ങ കൊടുത്തു വിടാം. അച്ഛന് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിക്കോട്ടെ. ഇപ്പം നമ്മളെങ്ങടാ പോകണമെന്നറിയോ? തോട്ടി കൊണ്ടുവയ്ക്കാൻ പോയപ്പോൾ അവിടെ ഒരു സംഭവം കണ്ടു മക്കളേ. കാണിച്ചാൽ എൻ്റെ ഫ്രൂട്ട്സ് ഗാർഡനിൽ എന്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് കാണിച്ചായിരുന്നോ? ഇതെൻ്റെ സാധാരണ സപ്പോട്ട, ഉണ്ട സപ്പോട്ടില്ലേ, അവിടെ ഇവിടേക്കും ആയിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. ഇതാ കണ്ട, ഇതെന്തിട്ടാണ് പൂത്തില്ലേ? ആർട്ടു ഇട്ടു കഴിഞ്ഞ തവണയൊക്കെ മാങ്ങിണ്ടായതാ, ഇത്തവണില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ബനാന മാംഗോ പൂത്തിട്ടുണ്ട്. പിന്നെ ബനാന മാംഗോ ഇത് ഇത്രയും താഴെയായിട്ടുണ്ടായിരുന്നതേ. കണ്ട, ഇത് നമ്മുടെ ഇതാ എന്തുട്ടാ പേര് പറയാ, മാംഗോസ്റ്റിനാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവും. ദൈവമേ, നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കോ? അയ്യോ അമ്മേ, സത്യമായിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഉണ്ടായില്ല, ഇതെന്താ ഉണ്ടാവത്തേന്ന് എപ്പോഴും ചോദിക്കും. പിന്നെ ഞാൻ ഇതുപോലെ ഇതുവരെ ഉണ്ടായില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ ഇതിലുണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറയാറില്ലേ. ഇത് വീഡിയോ പ്രൂഫാണ്. ഇത്ര ദിവസം ഞാൻ ഇതുമ്പോൾ നോക്കുമ്പോൾ കായില്ല. എന്നും ഞാൻ ഇതിനോട് പറയുന്നത്, എന്താടാ നീ ഉണ്ടാവാത്ത, നീ കാച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ നിന്നെ മറ്റേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നത്, അയാൾ തന്നത്, അത് നേഴ്സറിയിൽ നിന്ന് തന്നത്. എന്നിട്ട് നീ എന്താ ഇല്ലാത്ത പെറ്റിപ്പായിരുന്നൂല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്ക് ക്യാമാക്കിയിട്ട് കാണിച്ചു തരാട്ടോ. ഭയങ്കര സന്തോഷമായി. കണ്ടോ കാച്ചു, എൻ്റെ മാംഗോസ്റ്റിൻ കാച്ചു മക്കളെ, എനിക്ക് സന്തോഷമായി. അയ്യോ പ്രശാന്തനെ വിളിച്ച് പറയണോ? മാംഗോസ്റ്റിൻ അവിടെ മാത്രമല്ല കേട്ടാ, 2-3 സ്ഥലത്ത് കാച്ചിട്ടുണ്ട്. അയ്യോ എനിക്ക് സന്തോഷമായിട്ടാ. താങ്ക് യു ഡേ. നിൽക്കണ് കാര്യം. ആ കാച്ചേക്കണേമ്മ എന്തൊക്കെ ഇടയ്ക്ക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കാച്ച് കാണാൻ കിട്ടിയില്ലേ? എൻ്റെ ഭഗവാനെ, ഒരുപാട് നന്ദി എൻ്റെ ശിവനെ. അയ്യോ, നിങ്ങൾ എൻ്റെ മുഖം കണ്ടോക്കി. ഇത്ര സന്തോഷത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പുറത്തൊക്കെ നോക്കട്ടെ കേട്ടോ കാച്ചുണ്ടോ. അയ്യോ എന്നാലും താങ്ക് യു കേട്ടോ മുത്തേ. താങ്ക് യു മുത്തേ, താങ്ക് യു. എത്ര നാളായിന്നറിയാം കാത്തിരിക്കണേ. മാംഗോസ്റ്റിൻ മാത്രം കാച്ചില്ല എന്ന് എപ്പോഴും പറയും. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ പോണത്, അയ്യോ നിങ്ങളെ കാണിക്കാൻ പോണത് ഇവനിയല്ല, ധവനിയാണ്. ഇവനിയാണ്. ഇത് നമ്മുടെ ഇതാ എന്നിട്ടാ. അയ്യോ ഇപ്പം എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, ഒന്നും വായ വരാണ്ടേ എക്സൈറ്റ്മെൻ്റ് കൊണ്ട്. താങ്ക് യു എൻ്റെ മാംഗോസ്റ്റിനാ, എൻ്റെ മുത്ത. ഓ ഇപ്പുറത്തൊക്കെ ഉണ്ടാവട്ടെ കായാവട്ടെ. എന്നിട്ട് ഞാനത് പൊട്ടിച്ച് കഴിക്കുന്നത് വീഡിയോ ഇടും. അയ്യോ പിള്ളേരോടും പറയണം, ഞാനോട് പറയാം. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. മിക്കതും ഉണ്ടാവാറുള്ളത് കുറേശ്ശേ ഉണ്ടാവാറുള്ളൂ. എൻ്റെ മോള് കണ്ട അപ്പം മോള് തിന്നും, ഇല്ലെങ്കിൽ പിള്ളേർ തിന്നും, അങ്ങനെ ചെയ്യാറ്. ഇത്തവണ ഉണ്ടായിട്ടുണ്ട് കുറച്ച്. ഞാൻ കാണിച്ചു തരാട്ടാ. കാണുന്നുണ്ടോ? റെഡ് കളറിൽ മിക്കതും കൊത്തിയിട്ടുണ്ടാവും കേട്ടോ. കിളികൾ കൊത്തും. ഇതാ പിന്നെ ദേ ഇഷ്ടം പോലെ. ഇതിപ്പോൾ ഞാൻ കഴിക്കണില്ല. കിളി കൊത്തി നിൽക്കണണ്ടാ. ഇതിപ്പോൾ ഞാൻ കഴിക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചാൽ പിന്നെ എന്ത് കഴിച്ചാലും മധുര. അപ്പോൾ വൈകിട്ട് പിള്ളേർ വരുമ്പോൾ അവരോട് പൊട്ടിച്ച് കഴിച്ചോളാൻ പറയാം. ഭയങ്കര ഇഷ്ടമാണ് ജാനുവിനൊക്കെ. ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഇതിന്. കണ്ട നിറച്ചുണ്ടാവണുണ്ട്. അതെ ഇത് നന്നായി പഴുത്തിട്ടുണ്ട്. കണ്ട ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ കഴിച്ചാലുള്ള പണി എന്താ അറിയോ? ഇത് നമ്മൾ അച്ചാറിട്ടിട്ട് എരിവുണ്ടോ പുളിയുണ്ടോ എന്ന് നോക്കുമ്പോൾ മധുരമായിരിക്കും ഗൈസ്. അതാണ് പ്രശ്നം ഇതിൻ്റെ. എന്താ ഫോക്കസ് ആവത്തെ? കണ്ട
ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. ആൾ ശരിക്കൊരു മിറാക്കിൾ തന്നെയാണ്. എന്താ വെച്ചാൽ ആളെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക്, ഒരു 2 മണിക്കൂറത്തേക്ക് നമുക്ക് ഫുള്ള് മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ത് കഴിച്ചാലും. ഇത് കഴിച്ചിട്ട് ഒരു തവണ ഞങ്ങൾ ചിക്കൻ കഴിച്ചു, ഒരു ടേസ്റ്റൊന്നും തോന്നുന്നുണ്ടായില്ല. പിന്നെ ഓർത്തത് ഇത് കഴിച്ചിട്ടാണ് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. നന്നായിട്ട് ഇത്തവണ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതിൻ്റെ ഇടയിലൊക്കെ പച്ചയും പഴുത്തതും ഒക്കെ നിൽക്കുന്നുണ്ട്. നിറച്ച് പൂവിട്ടിട്ടുണ്ട്. എന്നാലും എൻ്റെ മാംഗോസ്റ്റിന് എന്നെ ഞെട്ടിച്ചത്. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അതുപോലെ എനിക്കിതുപോലെ തന്നെ സന്തോഷം തന്നത് ഈ ഒരു ചാമ്പയാണ്. ചാമ്പയ്ക്കായിട്ടൊന്നും തിന്നാനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പൂട്ടു കാച്ചൂതാ കണ്ട കായ പിടിക്കുന്നുണ്ട്. ഇത് ഏത് ചാമ്പയ്ക്കാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ള ചാമ്പയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ കശുമാങ്ങ ചാമ്പയ്ക്ക. അതുപോലെ എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യം എന്താ പറയുമോ? ദാ നിൽക്കുന്ന വെള്ളപ്പൂക്കൾ കണ്ടോ നിങ്ങൾ? ആ പൂ മൊത്തം എടുത്ത് എനിക്ക് തോരൻ വെക്കണം എന്നുണ്ട്. പക്ഷെ പൊട്ടിക്കത്തില്ല. മുരിങ്ങപ്പൂവാ. എൻ്റെ അമ്മൂമ്മ മരിച്ചു പോയി. പക്ഷേ ഞങ്ങളുടെ പണ്ട് ഞാൻ എപ്പോഴും സ്വപ്നം കാണും. അപ്പോൾ എൻ്റെ അമ്മൂമ്മ മുമ്പ് ഞങ്ങളുടെ അവിടുത്തെ മുരിങ്ങയമ്മന്നേ, അന്ന് കഴിക്കാനൊന്നും കിട്ടണ കാലമല്ലല്ലോ, മുരിങ്ങയമ്മന്ന് പൂ വീഴന്ന് പറക്കിയിട്ട് തോരൻ വെക്കാറുണ്ട്. നാളികേരൊക്കെ ഇട്ട്. നമുക്ക് വീണത് കിട്ടുമെന്ന് നോക്കാം. പക്ഷെ വീണത് വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല. പാമ്പങ്കാവിൻ്റെ സൈഡിലാണ് നിൽക്കണതേ. എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. കണ്ടോ നിറച്ച് മുരിങ്ങ പൂത്തിട്ടുണ്ട്. കൊതിയാവണ് കാണുമ്പോൾ തോരൻ കഴിക്കാൻ തോന്നുന്നു. പിന്നെ ഉള്ളത് ഇതാ മാവ്. ഇത് കുളമ്പാണെന്ന് തോന്നുന്നു. കുളമ്പല്ല, അതേത് മാവാ? ഞാൻ മുരിയാട് കാർഷിക ഭവനിൽ നിന്ന് പോയിട്ട് തൈ വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ചതാ. എന്ത് വാങ്ങിയായിരുന്നു? മംഗളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അധികം ഹൈറ്റ് വയ്ക്കാണ്ട് നിറച്ച് ഫുൾ യെല്ലോ കളറാവണൊരു വാങ്ങിയത്. പിന്നെ ഞാൻ എന്ത് കാണിക്കാൻ? ജംബോട്ടിക്ക കാണിക്കാം. അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഫോൺ എടുത്ത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു. ഇതുമ്പോൾ കുറേ ഇതുണ്ടായിട്ടുണ്ട്. ചെറി ആപ്പിൾ ചെറി എന്നാ പറയാം കേട്ടോ. സൂര്യപ്രകാശം കാരണം കാണുന്നില്ല. ഇതാണ് ആപ്പിൾ ചെറി. നല്ല റെഡ് കളറാവും. ഉണ്ടായി നിൽക്കണ നല്ല ഭംഗിയാണ്. പക്ഷെ തിന്നാൻ അത്ര രസമൊന്നുമില്ല കേട്ടോ. ഒരു പീച്ച് തിന്നണ പോലെയാണെന്ന് എല്ലാവരും പറയണേ. പീച്ച് ഞാൻ തിന്നാത്ത കാരണം കൊണ്ട് പീച്ചിൻ്റെ ചുവ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ചുവ പീച്ചിൻ്റെ ചുവ പോലെയാണെന്നാണ് പറയണേ. പിന്നെ ഇത് ജാനുവിന് ഇഷ്ടമാണ്. ഞാൻ വലിയ ഇഷ്ടമുള്ള ആളല്ലത്. എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ അപ്പുറത്തെ മൃദുല ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കറിവേപ്പിലയുടെ തൈകൾ ഇവിടെ മുളയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വേരുമ്പോൾ മുളയ്ക്കുന്നതല്ല, ഇത്തിരി അകലെയാണ്. കിളികൾ കൊണ്ടുവന്നിട്ടിട്ട് കായ കൊണ്ടുവന്നിട്ട് മുളയ്ക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ വൈറ്റ് ഞാവലാണ്. വൈറ്റ് ഞാവൽ പൂട്ടിട്ടുണ്ട്. ഞാൻ ഡ്രമ്മിൽ വെച്ചാണ്. ഞാൻ വിചാരിച്ചതേ വൈറ്റ് ഞാവലിനെ എടുത്തിട്ട് മുകളിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ് ഡ്രമ്മിൽ വെച്ചേ. മുകളിൽ വെക്കൽ നടന്നിട്ടില്ല ഇതുവരെ. പിന്നെ അതാണോ ബനാന മാംഗോ? ആകെ ഒരു കൺഫ്യൂഷനായി. പേരുകൾ എനിക്കറിയാം. ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നടന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇടാട്ടാ. പണ്ടത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും കൂടി ഇടാട്ടാ. അപ്പോൾ ഇതൊക്കെ പൂത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് ജംബോട്ടിക്ക. മരമുന്തിരി ഉണ്ടായി. 2-3 ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചു. അത് ഞാൻ വീഡിയോ ഇട്ടില്ല അല്ലേ? വീഡിയോ എടുത്തിട്ടുണ്ട്. നോക്കാം. അതെ, ഇതാണ് മക്കളെ മോസ്റ്റ് വെയ്റ്റഡ് സാധനം, മരമുന്തിരി. എൻ്റെ ഫോൺ അവിടെ കിടന്ന് ബെല്ലടിക്കണ്ടോന്നൊരു ഡൗട്ടുണ്ട്. അതേ കണ്ട. ഇതിന് ആ മുന്തിരിയുടെ കളറാവണം, പഴുക്കണുള്ളൂ. ഇതാണ് നമ്മുടെ മരമുന്തിരി. അത് കാച്ചപ്പോഴും എനിക്കിതുപോലെ ഭയങ്കര സന്തോഷം ഉണ്ടായി. ഞാൻ ചേട്ടനോട് പറഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്, ചേട്ടാ ഈ മരമുന്തിരി ഇതുവരെ കാച്ചില്ല, കാര്യം അവൻ നന്നായി വലുതായാലേ കായ്ക്കുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ സ്വപ്നം കണ്ടു ചേട്ടാ മരമുന്തിരി കായ്ക്കുന്നതെന്ന് പറഞ്ഞ് ഇതുമുക്കി നോക്കിയപ്പോണ്ട് കായ പൊട്ടിച്ച് തിന്നും ചെയ്തു. അപ്പോൾ തന്നെ നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ സത്യമാണ് കേട്ടോ, ഉള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വാങ്ങിച്ചേർത്താം. ഇതിപ്പോൾ ഭയങ്കര ലോങ് വീഡിയോ. പിന്നെ എനിക്കിത് അവിടെ സപ്പോർട്ടുണ്ട്, ഇവിടെ നാരങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ ഇത് ഭയങ്കര വലിയ വീഡിയോവും. ഇത് കുളമ്പ് മാങ്ങ പൂത്തിട്ടുണ്ട്, റംബൂട്ടാൻ പൂത്തിട്ടുണ്ട്, അപ്പുറത്ത് റെഡ് റംബൂട്ടാനും പൂത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലത്തെ ഇതിൻ്റെ പൂ നോക്കൂ, മുല്ലപ്പൂ പോലെ ആയിരിക്കുക, നാരങ്ങയുടെ പൂ കണ്ട, പക്ഷെ ഒരു ഇത്തിരി വയലറ്റ് കളറും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് വലിയ സന്തോഷം കൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് മാങ്ങച്ചാറിടാം. ചേട്ടാ വിശേഷങ്ങൾ. കിളി പറന്നു പോയത് കണ്ട, കിളിക്കൂടെ എവിടെയാണെന്നറിയാം, പറന്നു പോയി കിളിയുടെ.
ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അങ്ങോട്ട് നിർത്താൻ പറ്റില്ല. കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇവിടെ നിന്ന് കടന്നപ്പോഴാണ് ആ കിളി പറഞ്ഞു ഇത്. ഇവിടെ നമ്മുടെ പറമ്പിൽ കുറേ കിളികൾ കുറേ തിന്നു പോകുന്നുണ്ടെങ്കിലും അവരെ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇവിടെ നന്നായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരോരോന്നൊക്കെ കഴിച്ച് കൊണ്ടുവിടും. അപ്പോൾ അതെല്ലാം മുളയ്ക്കുമല്ലോ. അങ്ങനെ നമ്മുടെ പഴത്തോട്ടം ഭയങ്കര ഒരു കാടായി തുടങ്ങി. വലിയതായി മരങ്ങളൊക്കെ, കുട്ടി മരങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ വലുതായി വലിയ മരങ്ങളായി, നിറച്ച് കിളികളായി. സന്തോഷമാണ്. നമുക്കിനി മാങ്ങ അച്ചാറിടാം. കമോൺ. അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ അരിയെല്ലാം ഞാൻ ചെത്തു മാങ്ങ അച്ചാറിടണേ. കഴുകണം ആദ്യം. നമുക്ക് ഇതിനൊരു 4 മാങ്ങ മതിയാവും. കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്രഷായിട്ട് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് കിട്ടില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ. അതുകൊണ്ട് കുറേ മാങ്ങ ഉണ്ടാക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ആവശ്യം വരുമ്പോൾ പൊട്ടിക്കാമല്ലോ, നമ്മുടെ ഉമ്മർത്തല്ലേ, പൊട്ടിക്കുക വീണ്ടും അച്ചാറിടാം. അപ്പോഴേക്കും നമ്മുടെ ബാക്കിത്തെ മാങ്ങയ്ക്കാവും. പക്ഷെ അത് അച്ചാറിടാൻ പറ്റുന്ന മാങ്ങയായിരിക്കില്ല. വെറുതെ ഉപ്പും മുളകിട്ട് ഇങ്ങനെ കറുമുറുന്നങ്ങനെ തിന്നില്ലേ, അങ്ങനത്തെ മാങ്ങയായിരിക്കും. ഇതും ഈ ഒരു ചെറുതും മതി. ബാക്കി നമുക്ക് അച്ഛന് കൊടുക്കാനായിട്ട് എടുത്തു വയ്ക്കാം. ഒരു കവറിലിട്ട് എടുത്തു വയ്ക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ ചെത്തി അരിഞ്ഞെടുക്കണ്ടേ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെത്തുമാങ്ങ എന്ന് വെച്ചാൽ ഞാൻ ചെത്തത് ഇങ്ങനെയാണ്, കറക്കിയെടുക്കുക ചെയ്യാം. കണ്ടോ, അങ്ങനെ കറക്കിയെടുക്കും. കാണണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ കറക്കിയെടുക്കുക ചെത്തുമാങ്ങ. ഇനി വലുതാവുണ്ടെന്ന് തോന്നുക വെച്ചാൽ ഒന്ന് ചെറുതാക്കാം. അയ്യോ അതിൻ്റെ വിരല് വേണം. ചെത്തുമാങ്ങാച്ചാറ് ഇതാണ്. ഇങ്ങനെ ഈ വയല് വെള്ളം എന്നോട് ഇംഗ്ലീഷ് വൈകിട്ട് കേട്ടോ. ചെനച്ചട്ടില്ല, അതുകൊണ്ട് പുളിയുണ്ട്. അങ്ങനെ ചെത്താം. അപ്പം ഇത് മൊത്തം ഞാൻ അരിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഇത് അരിയുന്നത് മൊത്തം കാണിച്ചുകൊണ്ട് ഞാൻ ഈ വളവള പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം ഞാൻ ഫോണിനും ഒരു റെസ്റ്റ് കൊടുക്കാം. കുറച്ച് അധികം അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിക്കാം. അച്ചാറിടാറാവുമ്പോഴേക്കും കാണിക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ മാങ്ങ അരിയൽ ഫുള്ള് തീർത്തിട്ടുണ്ട്. കണ്ടു, ഇതിലുണ്ടല്ലോ നല്ല ചെനച്ച മാങ്ങ ഒരെണ്ണുണ്ടായിട്ടാ. ഒരെണ്ണം മാത്രം ചെനച്ചുണ്ടായി, ബാക്കിയൊക്കെ സാധാ മൂത്തോട്ടുണ്ടായുള്ളൂ. ചെനച്ച മാങ്ങയുടെ പകുതി ഉണ്ടാവും ഇതിൽ. ബാക്കി ഞാൻ അരിയണേൻ്റെ ഇടയിൽ തിന്നൂട്ടാ. സ്വാഭാവികം, ആർക്കായാലും പറ്റുന്നൊരു കയ്യബത്തല്ലേ. ചെനച്ച ആ കളറ് കാണുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നില്ലേ? ഇത്രേ ഉള്ളൂ. കുറച്ച് ടേസ്റ്റ് ചെയ്തു, പകുതി, ഇത്രേ ഉള്ളൂ. നമുക്ക് അച്ചാറുണ്ടാക്കിയാലോ? അരിയണ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഉദ്ദേശിച്ചേക്കണത് ആ മാങ്ങയിലൊന്ന് ഉപ്പിട്ടൊന്ന് പുരട്ടി വെക്കാം. കായപ്പൊടിയാണ് എൻ്റെ ഉള്ളത്. ഉലുവ, പിന്നെ മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാന്നാണ് സുനിതേച്ചി പറഞ്ഞേ. ഇത്തിരി മഞ്ഞപ്പൊടിയും വേണമെങ്കിൽ ഇടാം. അപ്പൊ പൊടികൾ റെഡി. ഇനി നമുക്ക് എന്താ, ഒരു ബൗള് വേണം. ഇതില് ഉപ്പിട്ട് ഒന്ന് സെറ്റാക്കി വെക്കാം. ഉപ്പിട്ട് ഇപ്പൊ തന്നെ ഉണ്ടാക്കുമ്പോ പിടിക്കൊന്നുമില്ല, പക്ഷെ അച്ചാറിട്ടാന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാറുണ്ട് കുറച്ച് കഴിയുമ്പോഴേ. അപ്പൊ ഞാൻ എന്തെങ്കിലും വെച്ചാൽ ആദ്യം തന്നെ ഇത് ഉപ്പിട്ട് തിരുമ്മി വെക്കും. എന്നിട്ട് ആ സമയം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മുളക് പൊടി ഒന്ന് ചൂടാക്കി വെക്കും. പിന്നെ ഉലുവ വറുത്ത് മതിയാ. ഓക്കെ. ഉലുവ ഒന്ന് വറുത്ത് പൊടിക്കണല്ലോ, അപ്പൊ അത് പൊടിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്കിത് ഉപ്പിട്ടൊന്ന് പുരട്ടിയിട്ട്, ഇതിന്റെ ഇടയിൽ ആ ചെനച്ചത് കാണുമ്പോ എനിക്ക് അച്ചാറിടാൻ തോന്നണല്ലേ കേട്ടോ. ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് അങ്ങോട്ട് തിന്നാനാ തോന്നുന്നു. എന്താ ചെയ്യ, മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ലതാ. ഇപ്പൊ പോരായ വരാൻ ചാൻസ് ഉണ്ട്. പോരായ വരാൻ നമുക്ക് ലാസ്റ്റ് ഇടാം, കൂടണ്ട. അത് തന്നെ മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ മുളക് പൊടിയിൽ ഞാൻ റീഫിൽ ചെയ്ത് വെച്ചത് കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താ വെച്ചേക്കണേ. അപ്പൊ നമുക്ക് കറിക്ക് കളർ എല്ലാത്തിനും ഉണ്ടാവും ചെയ്യും, എരിവും ഉണ്ടാവും. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ വെക്കും. ഇനി രണ്ട് സെപ്പറേറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ഇടാനൊക്കെ നിക്കണൊക്കെ എളുപ്പം മിക്സ് ചെയ്ത് വെക്കുന്നതാണല്ലോ. ഇപ്പൊ പുറത്ത് നല്ല വെയിലാട്ടാ, കാണണോ നിങ്ങക്ക്?
വെള്ളം ഇതാവട്ടെ. അപ്പൊ നമുക്ക് പുറത്തത്തെ കഴിച്ചൊന്ന് ചുമ്മാ നോക്കാം. കണ്ടാ ഭയങ്കര വെയിലാട്ടാ. ചൂട് കുറവാണ്, പക്ഷെ വെയിലുണ്ട്. വെയിലായി തുടങ്ങി. ടൈം എത്രയായി ഇപ്പോ? നല്ല വെയിലായി, നല്ല വെയിലാണ്. ടൈം 10:30 ആവണുള്ളൂ അല്ലേ? ഞാൻ ഒരു 11 മണി പ്രതീക്ഷിച്ചു. അപ്പൊ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കേ മുളക് പൊടി ചൂടാക്കി എടുക്കാം. എത്ര മതിയാവില്ലേ? പോരാ, എത്ര മതിയാവും? കൂടുതലായെങ്കിലേ ഉള്ളൂ. ഒന്ന് ചൂടാക്കിയാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ അടുപ്പിൽ തീ കൂടുതലുള്ളതാ. അപ്പൊ നല്ല ചൂടാക്കുമ്പോഴുള്ള ഒരു സ്മെല്ല് നിങ്ങൾക്ക് അറിയാലോ. മുളക് പൊടി ചൂടാക്കുമ്പോൾ ആ സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പിടിക്കാൻ വശം. അപ്പൊ മുളക് പൊടി ചൂടാക്കി എടുത്തില്ലേ നമ്മള്, ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഉലുവ ഒന്ന് ചൂടാക്കാം. ഉലുവ ചൂടാക്കിയിട്ട് നമുക്ക് ഇതാക്കണം. എന്ത് ചെയ്യണം? ഇത്രേ ഉലുവ മതി, കുറച്ചുലുവ മതി. ഉലുവ കൂടിയാ അതിൻ്റെ ഒരു ചുവ വരും. ഇനി കായപ്പൊടി കൂടി ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് 2 വെളുത്തുള്ളി ഇടാൻ തോന്നുന്നുണ്ട്. വെളുത്തുള്ളി ഇടണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വേണമെങ്കിൽ ഇത്തിരി വെളുത്തുള്ളി ഇടാം. മാങ്ങാച്ചാറിലാണെങ്കിലും ഏതച്ചാറിലാണെങ്കിലും വെളുത്തുള്ളി കുറച്ചിടുന്നത് ഇഷ്ടമാണ്. നമുക്ക് ഇനി ഒരു ദിവസം വെളുത്തുള്ളി അച്ചാർ ഇടാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി അച്ചാർ. ഈശ്വര, എൻ്റെ ഉലുവ. അപ്പൊ ഉലുവ നമ്മള് ഉലുവയും കായൊക്കെ ചൂടാക്കുമ്പോ തന്നെ അച്ചാറിന്റെ സ്മെല്ല് വരും കേട്ടാ. പരിപാടി ഉണ്ട്. ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ തൃശ്ശൂരായിരുന്നു ഷൂട്ട്, ഒരു സ്കിൻ കെയർ ക്ലിനിക്കിന്റെ. പിന്നെ നാളെ ഉണ്ട്. നാളെ ഒരു ഇരിഞ്ഞാലക്കുടയിലൊരു ഷൂട്ടുണ്ട്. അതിനൊക്കെ പോണം. ഉലുവ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. കുറച്ചുള്ളൂ ഉലുവ പൊടി, വളരെ കുറച്ചുള്ളൂ. അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇപ്പൊ ഇടുന്നത്. നല്ലെണ്ണ ഇല്ല അവിടെ, ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ആദ്യം വെളുത്തുള്ളി വാട്ടാം. എന്നിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ടൊന്ന് വാട്ടാം. അത് കഴിഞ്ഞ് സോ സിമ്പിളാണ് അച്ചാറിടാന്ന് പറഞ്ഞത്. ഇറച്ചിയൊക്കെ അച്ചാറിടുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടാ. എന്തറിയില്ലെങ്കിലും നമുക്ക് യൂട്യൂബ് ഗുരു ഉണ്ടല്ലോ, യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഫുൾ നിശബ്ദതയാണല്ലോ. കിളികളൊക്കെ വർക്കിന് പോയിന്നുണ്ട്, ജോലിക്ക് പോയി. അപ്പൊ നമ്മുടെ എണ്ണ ചൂടാകുന്നു. ആയി ഇല്ല, ആവണുള്ളൂ. വെളുത്തുള്ളി നന്നായിട്ട് അങ്ങോട്ട് വാടിക്കോട്ടെ. ചെനച്ച് തുടങ്ങിയിട്ടുള്ളൂ. ചെനച്ച് ഇത്തിരി കൂടി ചെനച്ച നല്ല കളർ കിട്ടും. ചെനച്ച മാങ്ങ. ഉപ്പും കൂടി ആകുമ്പോ നല്ല രസമുണ്ട്. ഇത്തിരി മുളക് കൂടി ഇട്ട് സൂപ്പറാവും. കൺട്രോൾ ഹരിത, കൺട്രോൾ. അപ്പൊ നമ്മള് ഉലുവ പൊടിച്ചത് ഇട്ടു കേട്ടാ. ഇനി കായപ്പൊടി ഇടാം. തീ കുറച്ചിടാം. ഒരളവൊന്നല്ല, ഒരു ഉദ്ദേശക്കണക്കിൽ അങ്ങോട്ട് ഇടുകയാണ് കേട്ടാ. കൂടോ കുറയൊന്നും അറിയില്ല. ഇതൊന്ന് ചൂടാവുമ്പോ മുളക് പൊടി ഇടാം. ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊട്ട് മഞ്ഞപ്പൊടി മതി. ഞാൻ അങ്ങനെ മഞ്ഞപ്പൊടി ചേർക്കാറില്ല, സുനിതേച്ചി പറഞ്ഞ കാരണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചേർക്കണം. ഓഫ് ചെയ്യണ്ട, ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. പിന്നെ ലിക്വിഡിയാകും, വാട്ടണ്ട. തീ ഓണാക്കി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ മാങ്ങ ഒന്ന് വാടും. അവിടെ വാടാത്തോ ഇഷ്ടം എല്ലാവർക്കും. കറുമുറുന്ന് തന്നെ ഇരിക്കണം മാങ്ങ. നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇളക്കാം. ഇതിലത്തെ വെള്ളം ഒഴിക്കട്ടെ. ആ കായം ബാലൻസ് ഉള്ളതും കൂടി കിട്ടാനായിട്ട് അതിലൊരു പൊട്ട് വെള്ളം ഒഴിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചാറ് വേണ്ടവർക്ക് ചൂടുവെള്ളമോ വെള്ളമോ ചേർക്കാം. ഇവിടെ അധികം ചാറ് താല്പര്യം ഇല്ല, എന്നാലും ഒരു ഇത്തിരി ചാറായിക്കോട്ടെ. സെറ്റ്. അപ്പൊ നമ്മുടെ അച്ചാറ് സെറ്റായിട്ടുണ്ട് കേട്ടാ. സെറ്റായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു പണിയൂല, കഴിഞ്ഞു. അച്ചാറിടണ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് കാണാം. അച്ചാറ് നോക്കി എങ്ങനെയുണ്ടെന്ന് ഒരു പീസ് തരട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ഇങ്ങനെയുണ്ട്. കണ്ടിട്ട് എന്ത് തോന്നുന്നു? നന്നായിട്ടില്ലേ? കാണാൻ നല്ല ഭംഗിയൊക്കെയില്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, സെറ്റപ്പായിട്ടുണ്ട്. ഇനി ഇതില് താഴെയാണ് ചാറ് കിടക്കണത്. അതൊരു കുഴമ്പ് പരുവത്തിലാവണം.
ചാറ് മീൻസ് ഇതിന്ന് ഇനി ഇത്തിരിയും കൂടി ഇറങ്ങും. ഉണ്ടാ ആണ് നമ്മുടെ മാങ്ങ, ചെത്തുമാങ്ങ അച്ചാർ ഇവിടെ റെഡി. ഈ ചെത്തുമാങ്ങ അച്ചാർ ഇടുന്ന കഴിവ് കണ്ടിട്ട് എന്നെ ആരും അച്ചാർ കമ്പനി തുടങ്ങാൻ വിളിക്കരുത്, എനിക്ക് വയ്യ. ഇതാണ് അപ്പൊ നമ്മുടെ ചെത്തുമാങ്ങ അച്ചാറ്. തമാശക്ക് പറഞ്ഞതാണ്, ഞാൻ ഇതിൽ എക്സ്പേർട്ട് അല്ല. വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെത്തുമാങ്ങ ഇടാന്നുള്ളത് ഞാൻ സുന്ദരിച്ചോടും അമ്മോടൊക്കെ ചോദിച്ച് ഇപ്പൊ ഇങ്ങനെയാണ് അച്ചാർ ഇട്ടുകൊണ്ടിരിക്കണേ. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടാവുന്നുണ്ട്. എരിവ് കൂട്ടാത്ത ജാനുക്കുട്ടി വരെ കൂട്ടുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. മുമ്പ് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമുണ്ടായില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇത് നമുക്ക് അടച്ചു കുറച്ചു നേരം വെച്ചതിന് ശേഷം കുപ്പിയിലേക്ക് പകർത്താം. ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് ട്ടാ. അപ്പൊ ഇനി ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഞാൻ പോയി ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ കേട്ടാ. എനിക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങൾ ബാലൻസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ എടുത്തോണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, പോസ്റ്റ് ചെയ്യണ്ടേ? പോസ്റ്റ് ചെയ്യണേ കുറെ എഡിറ്റിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ടാണ് സമയമില്ലാത്തോടത്ത് ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ട് ഷൂട്ട് ചെയ്തത്. എന്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ചിലപ്പോൾ പിള്ളേര് വന്നിട്ട് കാണുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. മക്കൾക്ക് കൊടുക്കാനായിട്ട് വൈകിട്ടത്തേക്ക് ഈ ചോളം പുഴുങ്ങി വെക്കാന്നാണ് വിചാരിച്ചേക്കണേ. ഉപ്പും മുളകൊക്കെ ഇട്ട് അവർ കഴിക്കുക ചെയ്യാറ്. സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, സ്വീറ്റ് കോൺ പുഴുങ്ങി വെച്ചാൽ ഇഷ്ടമാണ് അവർക്ക്. പിന്നെ നേന്ത്രപ്പഴമൊക്കെ കഴിക്കും, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആ സമയത്തുള്ള വിശപ്പിൽ അങ്ങനെ ഫ്രൂട്ട്സ് ആണോ ഇതാണോ എന്നൊന്നും നോക്കില്ല, ഹെൽത്തി ഫുഡുകൾ അങ്ങോട്ട് ഉള്ളിക്ക് ചെന്നോളും. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. പോയി അതെ, ഞാൻ നിങ്ങൾക്ക് ചോളം പുഴുങ്ങാൻ വെച്ചപ്പോഴേക്കും ഗ്യാസ് തീർന്നു. എന്നിട്ട് ഞാൻ കറണ്ട് അടുപ്പുമ്മ വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഉണ്ട്, മാറ്റി വയ്ക്കാൻ അച്ഛൻ വന്നിട്ട് വേണം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഇവിടെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ ചെയ്തിട്ട് വല്ല ബോംബ് ബ്ലാസ്റ്റ് പോലെ ഗ്യാസ് ഇതേടാ ബേഗോടെ കിടക്കണ്. മറ്റേ ബ്ലാസ്റ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആരെങ്കിലും ഉള്ളപ്പോഴല്ലേ ട്രൈ ചെയ്യുന്നത് നല്ലത്. ആരും ഇല്ലാത്തപ്പോൾ ട്രൈ ചെയ്യണേക്കാളും പോയപ്പത്തെ കോലം വന്നപ്പത്തെ കോലം നോക്കിയ ജാനുവിന്റെ. അപ്പൊ പിള്ളേര് വന്നിട്ടുണ്ട്. മസ്ക ബണ്ണ് വേണമെന്നാണ് പറഞ്ഞേക്കണേ. മസ്ക ബണ്ണ് ഉണ്ടാക്കണം. അങ്ങനെയല്ല മനസ്സിലായ? വീട്ടില് ഏത് സമയവും വീഴലും പൊട്ടലും ഉണ്ടാവും. എനിക്ക് വളരെ കുറവായിരുന്നു. ശ്രീകുട്ടിന് എന്നും വീഴലും പൊട്ടലും, തോട്ടി വീഴൽ എന്നെ തോട്ടി വീഴലായിരുന്നു. അതൊക്കെ എനിക്കറിയില്ല. അവൻ വെറുതെ നടക്കുമ്പോഴും ഇത്തിരി കഴിഞ്ഞ് നോക്കുമ്പോൾ തോട്ടി വീണു. ഏതിലെ പോയാലും അവസാനം കാണാണ്ടായ തോട്ടിൽ തന്നെ തോട്ടി വീണ അങ്ങനെയായിരുന്നു അവൻ. പൊട്ടി ചോരൊക്കെ വന്നിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഒരു കുഴപ്പമില്ല അവന്. നിങ്ങളെ പോലെ കാര്യം പിടിക്കുന്നില്ല. നീ ഇപ്പൊ ഈ ഒരഞ്ഞത് തപ്പി പിടിക്കണില്ലേ? അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളുടെ പ്രായത്തിൽ വീണാലൊന്നും അത്ര ആന പ്രശ്നമല്ല അത്. എന്ന് വെച്ചാൽ എല്ലാ പിള്ളേരും വീഴും. ഇത് പുതിയൊരു കാര്യമല്ല ഞങ്ങൾക്ക്. ചോടി ചാടി എല്ലാ കുട്ടികളും ഒരുമിച്ച് ഓടി നടന്ന് കളിക്കണ പ്രായമാണല്ലോ. ആ സമയത്ത് ഞങ്ങളുടെ സമയത്ത് എന്ന് വെച്ചാൽ ടി വി ഒന്നും ഇല്ല. സമയത്ത് ടി വി ഉണ്ട്, പക്ഷെ നമ്മുടെ വീട്ടില് ടി വി ഇല്ല, തറവാട്ടില് ടി വി ഇല്ല. പിന്നെ ടി വി വാങ്ങിച്ചു വിജയമാമൻ ഗൾഫിൽ നിന്ന് അങ്ങാണ്ട് വന്നപ്പോ വാങ്ങിക്കുക എങ്ങനെയാന്ന് ചെയ്ത് തറവാട്ടിൽ ടി വി ഉണ്ട്. എന്നാലും കേബിൾ കണക്ഷൻ ഇല്ല അന്ന്. ദൂരദർശൻ എന്ന് പറഞ്ഞ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ. അതില് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ചലച്ചിത്ര ഗീതം വരും. ചിത്രഗീതം എന്ന് പറഞ്ഞൊരു പരിപാടി വരും. അതിൽ കുറേ പാട്ടുകൾ കാണും. അതായിരുന്നു ഞങ്ങളുടെ എൻജോയ്മെന്റ്. പിന്നെ പകലാണെങ്കിലും ഒരു പടം അങ്ങനെ ഒരു ദിവസം വന്നാലായി, അങ്ങനെയല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ലല്ലോ, നമ്മൾ സ്കൂളിൽ പോയില്ലേ. അങ്ങനെ ഏത് സമയം ടി വി വെക്കൂല. പിന്നെ കരണ്ട് കെട്ടുണ്ടെന്ന്. കരണ്ട് കെട്ടെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് കരണ്ട് പോകും, അല്ലെങ്കിൽ എല്ലാ ദിവസവും 6 മണിക്ക് കരണ്ട് പോകും, അല്ലെങ്കിൽ എല്ലാ ദിവസവും 7 മണിക്ക് കരണ്ട് പോകും. അങ്ങനെ കരണ്ട് കെട്ടുണ്ട്. എല്ലാ ദിവസവും കരണ്ട് പോകും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്ന് ഇത്രയും കരണ്ടിന്റെ സപ്ലൈ ഒന്നും ഇല്ല. അന്ന് ഈ സോളാറും ഇല്ല. ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, നമുക്കില്ല ഒന്നും. നമ്മുടെ വീട്ടിലൊന്നുമില്ല. കരണ്ട് കണക്ഷൻ കട്ടാവും. അപ്പൊ ഞങ്ങള് ഈ പഴയ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞിരിക്കും. മിക്കതും വൈകുന്നേരം നെല്ലായി പോയിട്ട് വരുമ്പോ, കോട്ടയം പോയിട്ട് വരുമ്പോ ആരെങ്കിലും ഒക്കെ ഇത് കൊണ്ടുവരും. വെല്ലിച്ചനോ വിജയമാമനോ. അന്ന് എല്ലാവരും ഒരുമിച്ചാ തറവാട്ടില്ല.
തറവാട് നിങ്ങൾ കണ്ടിട്ടില്ല, എൻ്റെ കല്യാണത്തിന് സമയത്തേക്കൊക്കെ അത് പൊളിച്ചു. ഒരു ഓടിട്ട് തറവാടായിരുന്നു ചുമ്മാ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അന്താക്ഷരി കളിച്ച് ഒരു കുരു എന്നിട്ട് ഞങ്ങൾ കറണ്ട് പോണ സമയം ആകുമ്പോഴേക്കും അറിയാലോ, 7 മണിക്ക് കറണ്ട് പോകുമെന്ന് അറിയാം. ഓരോ ദിവസത്തെയും സമയം അറിയാം, എത്ര മണിക്ക് പോകാണ്ടിരിക്കാന്ന് അറിയാം. ആ സമയം ആകുമ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്യും, അന്താക്ഷരി കളിക്കാനുള്ള സെറ്റപ്പും കപ്പലണ്ടി ഒക്കെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. കുറച്ച് കപ്പലണ്ടി കിട്ടി അതെല്ലാവരും കൂടി വീതിച്ചാൽ കഴിക്കുക. അങ്ങനെ വീതിച്ച് കഴിക്കാനുള്ള സെറ്റപ്പും എല്ലാം സെറ്റാക്കി എല്ലാവരും കയ്യിൽ കുറച്ച് കപ്പലണ്ടി ഒക്കെ കൊടുത്ത്, കപ്പലണ്ടി അറിയത്തിരുന്നാൽ തിന്നാ. ഇതുപോലെ അറിയണ്ട്, നമ്മുടെ അറിയാൻ പോലത്തെ ആ അറിയത്തിരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ 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 കാണിച്ചിട്ട് ഊതും. തൊലി പോകണ്ടേ, കപ്പലിൻ്റെ തൊലി പോകാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഒരയ്ക്കും ഊതും. അങ്ങനെയാണ്. അപ്പം എന്നിട്ടാ അപ്പൊ ഈ ഊതണ സമയത്ത് ചിലപ്പോ കപ്പലിന്റെ അടക്കം താഴെപ്പോവും ചിലരുടെ കയ്യിൽ നിന്ന്. അപ്പൊ ഇരുട്ടായോട് കാണില്ല. എന്നിട്ട് എല്ലാവരുടെ കപ്പലിന്റെ തീറ്റ കഴിയുമ്പോ ഈ ഊതി കളഞ്ഞ സ്ഥലത്ത് തപ്പും വേറെ കപ്പലിന്റെ ഉണ്ടോ. അത്രയ്ക്ക് ദാരിദ്ര്യാണ്, ഒരു കപ്പലിന്റെക്ക് പോലും അത്രയും വിലയാണ് ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ അന്താക്ഷരി കളിക്കും. മണ്ണെണ്ണ വിളക്കാണ്, ഇതിങ്ങനെ ഷേപ്പിലൊരു മണ്ണെണ്ണ വിളക്ക്. ഉള്ളിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിരി വെക്കും. ആ തിരിയപ്പോൾ ഇങ്ങനെ കത്തും, അതിൻ്റെ ഉള്ളിലത്തെ മണ്ണെണ്ണ വലിച്ചെടുത്ത് കത്തും. അങ്ങനെ എന്നിട്ട് മണ്ണെണ്ണ വിളക്ക് കത്തിക്കും. എമർജൻസി ഒക്കെ പിന്നെയാണ് വന്നത്. പിന്നെ വിജുമാമൻ ഗൾഫിൽ പോയി കൊണ്ടുവന്നതൊക്കെയാണ് എമർജൻസി. എന്നാലും എമർജൻസികൾ ഉപയോഗിക്കൽ കുറവാണ്. എമർജൻസി നിങ്ങൾക്ക് അറിയില്ല, ലേറ്റ് ഉള്ള സാധനല്ലേ, ഇത്രയും പോകുന്നൊരു സാധനം കറണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ടാകും, അത് ഓണാക്കിയാൽ കത്തും. എമർജൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ 90 കിഡ്സിന്റെ ഭാഗ്യങ്ങളാണ് അതൊക്കെ. കുറേ പേര് അനുഭവിക്കാത്ത പല ഇതുകൾ അനുഭവിച്ചിട്ടുണ്ട്. പല എമർജൻസി അങ്ങനത്തെ ഒരു ലൈറ്റ് കത്തണ സാധനം, അതിൽ ബാറ്ററിയാണ് അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ടും ഉപയോഗിക്കാം. അങ്ങനെ അപ്പൊ അതിൽ പെട്ടെന്ന് ചാർജ് തീർന്ന് ലൈറ്റ് കുറഞ്ഞു വരും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും എമർജൻസി കത്തിക്കില്ല. അതും വിജുമാമൻ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന കണ്ടാൻ തോന്നണേ. എന്നിട്ട് ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ഈ മണ്ണെണ്ണ കത്തിച്ച് വിജയമാമൻ, കണ്ണേട്ടൻ, ചരത്തേട്ടൻ, ഗീതോലിമ്മ, സന്ധിച്ചിട്ട, സ്മിതച്ചിട്ട, അമ്മ, അച്ഛൻ, വെല്ലിച്ചൻ, ഗീതോലിമ്മ, പിന്നെ ഞങ്ങളുടെ അമ്മൂമ്മ ഒക്കെ കൂടി എല്ലാവരും കൂടി ഇരുന്ന് ഇത് കളിക്കും. അന്താക്ഷരി കളിക്കും, വിശേഷങ്ങൾ പറയും. അന്ന് സംസാരിക്കും ഒരുപാട്. ഇപ്പൊ അച്ഛൻ വന്ന അച്ഛന് ഫോണുകള് അങ്ങനെ തിരക്കുകളല്ലേ. ഇപ്പൊ നമ്മളത്രയും സംസാരിക്കണ അത്ര അച്ഛന് സമയമില്ലല്ലോ. അച്ഛനെ എപ്പോഴും വർക്കിൻ്റെത്, പിന്നെ ഫോണിൽ മെസ്സേജ് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. അന്ന് ഫോണില്ല, മൊബൈലേ ഇല്ല, ലാൻഡ് ഫോൺ ഉള്ളത് തന്നെ ഉപയോഗിക്കില്ല അധികം. എന്താ വെച്ചാ പൈസ വരും, ഉപയോഗിക്കുന്ന അനുസരിച്ച് അടയ്ക്കണം, പൈസയൊന്നും ഇല്ലെന്ന്. ലാൻഡ് ഫോണിന് പിന്നെ കറണ്ട് കണക്ഷൻ പോലെയാണ് അന്ന് ലാൻഡ് ഫോണിന്റെ കണക്ഷൻ. അങ്ങനെ എന്നിട്ട് എല്ലാവരും കൂടി കുറേ വർത്താനം പറയും, കളിക്കും, ഓരോ കളികൾ കളിക്കും. പിന്നെ ഞങ്ങൾ ഇതുപോലെ കള്ളനും പോലീസൊക്കെ എഴുതിയിട്ട് കളിക്കും. അത് കഴിഞ്ഞ് പിന്നെ കരണ്ട് അന്ന് 6 മണിക്ക് 7 മണിക്ക് കണ്ടായിരുന്നു ചലച്ചിത്ര ഗാനങ്ങൾ. അത് ഫുള്ള് തീരണവരെല്ലാവരും പാട്ട് കണ്ടുപിടിക്കും. പരസ്യമൊന്നും മാറ്റാൻ പറ്റില്ല, ചാനൽ വേറെ ഇല്ല, ഒരു ചാനലേ ഉള്ളൂ. അതിലത്തെ പരസ്യവും കാണും, സിനിമയും കാണും, വാർത്തയും കാണും, പിന്നെ ഇത് ചലച്ചിത്ര ഗാനം. പിന്നെ എപ്പോഴും ടി വി വെക്കാൻ സമ്മതിക്കില്ല. കറണ്ട് ബില്ല് വന്നത് അടയ്ക്കണ്ടേ, കറണ്ട് ബില്ല് വരുമ്പോൾ അടയ്ക്കാൻ പൈസ വേണ്ടേ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൈസയുടെ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാലും ഭയങ്കര നല്ല രസമുള്ള സമയമായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച്. അതും ഇറയെന്ന് വെച്ചാൽ ഈ ഒരു ടൈലിന്റെ വീതിയുള്ളൂ, ഇങ്ങനെ നീട്ടത്തിലൊരു ഇറയാ ഞങ്ങളുടെ. അത് കഴിഞ്ഞ് കയറി ചെല്ലണത് നടുത്തളം. നല്ലൊരു തറവാടായിരുന്നു, വലിയ തറവാട്, വലിയതല്ലെങ്കിലും തറവാടായിരുന്നു. നടുത്തളത്തില് മുകളിലും മച്ചുമോളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പുറത്ത് ബാക്കിലേക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊക്കെ. പുറത്ത് ഇത് തുളസിത്തറ ഇങ്ങനെ വീട്, ഇത് വീട്, അതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ എറണാകുള സ്റ്റെപ്പ്, ഈ അറ്റത്തേക്ക് വരെ വേറെ സ്റ്റെപ്പ് ഉണ്ട്, 2 സൈഡിലും വേറെ സ്റ്റെപ്പ് ഉണ്ട്. അവിടെ നിന്ന് നേരെ ഇങ്ങനെ തുളസിത്തറയുടെ അവിടം വരെ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് വെച്ചത്, അതായത് സിമെന്റ് കൊണ്ട് ഇങ്ങനെ വെറുതെ ആ തുളസിത്തറയുടെ അവിടേക്ക് നടക്കാൻ. മഴ പെയ്ത് വെള്ളം കെട്ടി കിടന്നാലും തുളസിത്തറയുടെ അവിടെ പോയി വിളക്ക് വയ്ക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം. 3 തെങ്ങുണ്ടായി, 2 ചെന്തെങ്ങും ഒരു 18-ാം പട്ടയും, അതായത് പച്ച കളറിലുള്ള നാളികേരം, 2 എണ്ണം ചെന്തെങ്ങിന്റെ നാളികേരം അറിയില്ലേ, ഒരു പിങ്കിഷ് കളർ പോലത്തെ ഓറഞ്ച് കളർ പോലത്തെ നാളികേരം. അത് ഞങ്ങൾ ഇട്ട് കരിക്കും മുറിക്കും, ഞങ്ങളെല്ലാവരും കൂട്ടി പിടിച്ചിരിക്കും.
എന്നിട്ട് വിളക്ക് വയ്ക്കണ ഒരു തുളസിത്തറ, തുളസി, അങ്ങനെയായിരുന്നു. അത് ഇനി കയറി വരുന്നത് ഒരു സിറ്റ് ഔട്ട് പോലത്തെ. സിറ്റ് ഔട്ട് എന്ന് വെച്ചാൽ അടച്ചിടാൻ പറ്റണത്, ഇങ്ങനെ ഗ്രില്ലിട്ടിട്ട് തുണി കൊണ്ട് നമ്മൾ സാരി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഇത് കർട്ടൻ. അതിങ്ങനെ നീക്കിയിടാനൊന്നും പറ്റില്ല, ഫുള്ള് കർട്ടങ്ങനെ ഇടും. എന്നിട്ട് അതിങ്ങനെ എടുത്ത് ചുറ്റി കെട്ടി വെക്കണം അതിൻ്റെ കാണണമെങ്കിൽ. ഗ്രില്ലിന് വേറെ ഒന്നുമില്ല, വാതിൽ ജനല് പോലത്തെ ഒന്നുമില്ല, ഫുൾ ഗ്രില്ലാണ്. അപ്പം അതിന് പുതിയതൊന്നും കയറാണ്ടിരിക്കാനാണ് ഈ തുണി ഇടുന്നത്. അങ്ങനെ ഈ ഗ്രില്ലിൻ്റെ തന്നെ വാതിലുണ്ട്, ഇങ്ങനെ അത് കൂട്ടും. അതിങ്ങോട്ട് കയറി വന്നാൽ ഈ തിണ്ണയാണ്, നമ്മുടെ ഈ മരത്തിൻ്റെ തിണ്ണിയില്ലേ, അത് അന്ന് സിമെന്റ് ഇട്ട തിണ്ണ, ടൈലൊന്നും ഇല്ല. അന്ന് ടൈലില്ലാണ്ടല്ല നമുക്ക് അതിനുള്ള വകയില്ല. എന്നിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് കയറി വരുന്നിടത്ത് ഈ വാതിലാണ്. വാതിൽ തുറന്നിട്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇങ്ങനെ തിണ്ണങ്ങോട്ട്, ഇങ്ങനെ തിണ്ണങ്ങോട്ട്. ഇത് ടൈലിൻ്റെ അത്രയും വീതിയിലുള്ളൂ സ്ഥലം, സിറ്റ് ഔട്ട്. അവിടെ ഒരു കസാര ഇട്ടുണ്ട്, ഇവിടെ ഒരു കസാര ഇട്ടുണ്ട്. ഇത് നേരെ ചെല്ലണത് ഒരു ചായ്പുണ്ട്. ചായ്പ് മീൻസ് ഒരു റൂം, പുറത്തേക്ക് ആക്സസ് ഉള്ള ഒരു റൂമുണ്ട്. അതായത് ഇപ്പൊ വാതില് തുറക്കുന്നത് നേരെ പുറത്തേക്കല്ലേ, ഒരു റൂമിൽ നിന്ന് വാതില് സിറ്റ് ഔട്ടിക്ക് തുറക്കണ രീതിയിലുണ്ട്. ഇപ്പൊ ഇത് റൂമാഞ്ചി, ഇതിന്ന് വാതിലുണ്ട് സിറ്റ് ഔട്ടിക്ക്. അങ്ങനെ ഒരു ചെറിയ ചായ്പ് ഉണ്ട്, അവിടെയാണ് ടി വി വെക്കുക. അപ്പൊ ഈ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ നേരെ ടി വി ഇങ്ങനെ കാണാം. ഇവിടെ ഇരുന്നാൽ നേരെ അവിടെ ടി വി, മനസ്സിലായി? ആ റൂമിലെ ടി വി വെക്കുക. അവിടെ വിജയമാമിന്റെ റൂമായിരുന്നു. പിന്നെ അതിന്റെ ഈ സെന്ററിൽ കൂടെ കയറി ചെല്ലണത് ഒരു വഴി പോലെ ഇങ്ങനെ കയറുമ്പോൾ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് തിണ്ണ കഴിഞ്ഞു, സിറ്റ് ഔട്ട് കഴിഞ്ഞു. പിന്നെയുള്ളത് ഇങ്ങനെ ഒരു സ്ക്വയറിൽ ഒരു റൂം പോലെ, റൂമല്ല ഹാള് പോലെയാണ്, നടുത്തളന്നാ പറയുന്നത് ഞങ്ങൾ. ഫുള്ള് നിലൊക്കെ ചുവപ്പും കറുപ്പും കളറിൽ സിമെന്റ് ഇട്ടേക്കാണ് കേട്ടോ. അന്നത്തെ ഒരു സംഭവം ഉണ്ട്, അത് ഇട്ടേക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഇതിന്റെ മുകളിൽ മച്ചുമോളുണ്ട്. ഈ മച്ചുമോളിക്ക് കയറണമെങ്കിൽ ഇതിന്റെ ഈ ഒരു നടുത്തളം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ഒരു ചായ്പുണ്ട് വേറെ. ആ ചായ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇതൊക്കെ അടച്ചിട്ട ശ്വാസം കിട്ടില്ല അങ്ങനത്തെ. അതെന്താച്ചാന്ന് വെച്ചാൽ കൊയ്യണ അരി, അതിന് വേറെന്തോ പേര് പറയും. ആ റൂമിനെ നെല്ല് വെക്കണ സ്ഥലമാണ്. ഇപ്പൊ കൊയ്യണത്, കൃഷി ചെയ്യണത്, മത്തങ്ങ, കുമ്പളങ്ങ, ചക്ക, മാങ്ങ, അങ്ങനെ പൊട്ടിക്കണ സാധനങ്ങളുണ്ട്. അതായത് അതിൻ്റെ ഉള്ള ആൾക്കാർക്ക് കിടക്കാനുള്ളതല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള അറയാണെന്ന്. അതെല്ലാ വീടുകളും പണ്ടുണ്ട്. ആ അറയുടെ, അതായത് ഈ റൂമിന്റെ ഉള്ളല്ല, ഈ റൂമിന്റെ ഉള്ളിൽ വേറൊരു കഷ്ണം പോലെ ഒരു കുഞ്ഞ് അലമാര പോലെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന റൂമുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളില് അരി പുഴുങ്ങി വേവിച്ചോ അരിയൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കുക ചെയ്യുക സാധാരണ, സ്റ്റോർ ചെയ്ത് വെക്കുക. അന്നത്തെ പണം അതാണ്, സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ടത് അതാണ്. അന്നെല്ലാവർക്കും അരിയാണ് ഇത്, ആഹാരമാണ് വേണ്ടത്. അപ്പൊ ഇത് എടുത്തു വെക്കുമായിരിക്കും അങ്ങനെ. എന്നിട്ട് ഇവിടെന്ന് ഒരു കോണി മൂളിക്ക് കയറും. ആ കോണി കയറിയാൽ ഈ മച്ചുംപുറാണ്. ഓടിട്ടതിന്റെ അവിടെ നിന്ന് നേരെ വെള്ളം വീഴ ഓടിട്ട ഏരിയകളിലെ വരുള്ളൂ. പക്ഷെ ഈ മച്ചുംപുറുള്ളത് ഈ ഒരു ഏരിയയാണ്, ഈ നടുക്കത്തെ സ്ഥലം മാത്രമാണ്. അതായത് ഇങ്ങനെയല്ല ഓട് നിൽക്കണേ. അപ്പൊ സെന്ററിലല്ല നേരെ വെക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ. ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഓടല്ലേ. അപ്പൊ ആ ഓടുള്ള സ്ഥലത്തൊക്കെ വെള്ളം വീഴും. അതായത് സിറ്റ് ഔട്ടിൽ എല്ലാവരും വെള്ളം വീഴും മഴ പെയ്ത് കഴിഞ്ഞാൽ. എവിടെയെങ്കിലുമൊക്കെ ചോർച്ചയുണ്ടാവും. അപ്പൊ പാത്രങ്ങൾ വെച്ചിട്ട് ആ വെള്ളം കളക്ട് ചെയ്തിട്ട് കളയാ ചെയ്യാൻ ഞങ്ങളുടെ മേത്ത് വീഴാണ്ടിരിക്കും. ഞങ്ങളെല്ലാവരും നിരത്തി പിടിച്ച് കിടത്ത ഹാളില, ഞങ്ങള് ചിറ്റന്മാര് ഞാനൊക്കെ. എന്താ വെച്ചാൽ അപ്പൊ അവിടെ വെള്ളം വീഴില്ലല്ലോ, സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അങ്ങനെ ഹാളെന്ന് വെച്ചാൽ ഇത് എന്നിട്ട് നടുത്തളത്തില്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇത് നടുത്തളം, ഇത് കഴിഞ്ഞു, ഇത് ചായ്പ് കഴിഞ്ഞു. ചായ്പിന് മുകളിലേക്ക് കോണിയുണ്ട്, അത് റൂം പോലെ. അത് കഴിഞ്ഞില്ലേ, ഫ്രണ്ടിലൊരു കിണറുണ്ട് ഈ സൈഡിൽ. ഇപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ അവിടെ കിണറുണ്ടാകും മൂലക്കേട്ടാ. 3 തെങ്ങുണ്ട്, ഒരു നാരകം ഉണ്ടായിരുന്നു കേട്ടോ, നാരങ്ങ ഉണ്ടാവുന്ന നാരകം. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് നടുത്തളം കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയില്ലേ ഇങ്ങനെ ഇത്. ഇനി ഇറങ്ങില്ലേ സ്ഥലം, ഇനി ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാ. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങില്ലേ നമ്മള്, അതുപോലെ വർക്ക് ഏരിയ പോലെ ഇറങ്ങി. ആ വർക്ക് ഏരിയന്ന് പിന്നെ ഇറങ്ങണത് ഈ പുറത്തേക്ക് ഇറങ്ങില്ലേ നമ്മള്, അതുപോലെ ഈ വർക്ക് ഏരിയ നേരെ ഇപ്പൊ അവിടെ നിന്ന് വാതിൽ നേരെ ഇത്രയും കാണാന്ന് അറ്റം വരെ, മനസ്സിലായി? ബാക്ക് സൈഡ് വരെ. അതായത് ഈ നടുക്കൂടെ ഒരു റൂട്ട് പോലെയാണ്. അതായത് ഈ വാതിൽ അടച്ചിട്ട് കാണില്ല, അല്ലെങ്കിൽ വാതിൽ എല്ലാം തുറന്നിട്ടാ നേരെ പുറത്തേക്ക് ഇറങ്ങാം. ബാക്ക് സൈഡിക്ക് ഇറങ്ങണത് ബാത്റൂമാണ്. ഒരെണ്ണം കുളി റൂമും ഒരെണ്ണം കക്കൂസ്. അങ്ങനെ അതിന്റെ ഈ കക്കൂസയുടെ ബാക്ക് സൈഡില് പറയണേക്ക് കോട്ടയത്തെ കാര്യം പറയണേ, നമ്മുടെ വീടല്ല തറവാട്. ഈ റൂമ് പോലെ ഒരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂമിന്റെ അപ്പുറത്തെ സൈഡില് തൊഴുത്താണ് പശുവിനെ കൊണ്ട് കെട്ടത്, വീടിന്റെ ബാക്ക് സൈഡില്. പറ മനസ്സിലായ? അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സ്പേസ് ഇല്ലേ, ഇതിന്റെ ഇടയിലുള്ള സ്പേസ് ഇങ്ങനെ നീണ്ടു കിടക്കുക, ഒരു വരാന്ത പോലെ. ആ വരാന്ത ചെന്ന് ഇങ്ങോട്ട് എത്തുന്നത് ചുമരുമ്പോ നിൽക്കും. അവിടെ 2 ഷെൽഫ് പോലെ ഇങ്ങനെയുണ്ട്. ഇവിടെ നിന്ന് നേരെ ചെല്ലണത് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ അടക്കളയാ. അതായത് ഈ അടക്കള ഇരിക്കുന്നത് നടുത്തളത്തെ റൂമിന്റെയും സിറ്റ് ഔട്ടിന്റെയും സൈഡിലായിട്ട് ഇങ്ങനെ നേരെ അടുക്കളയാ, മനസ്സിലായ? നേരെ ചെല്ലണത് മുമ്പിലേക്ക് ഇതുപോലെ ഒരു ജനലുണ്ട് അടുക്കളയ്ക്ക്.
ഇത്ര വലുതല്ല, ചെറിയ ചെറിയ ജനല്, 2 കണ്ണു പോലെ, 2 കിളിവാതിൽ പോലെ, ഇങ്ങനെ കുഞ്ഞ് 2 ജനല്. ഇങ്ങനെ നമ്മൾ സാധാരണ മുമ്പത്തെ വീട് വരയ്ക്കുമ്പോൾ 2 സൈഡിൽ ഒരു കുഞ്ഞ് ജനലില്ലേ, അതുപോലത്തെ ജനലുണ്ട്. വാതിൽ തുറക്കുന്നത് സൈഡിലേക്കാണ്. അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അമ്മിയുണ്ട്, അരക്കണ അമ്മിയില്ലേ, അരക്കണ അമ്മി, അതിൽ നിന്ന് വെള്ളം പോയി താഴ്ത്തിക്ക് വീണ സ്ഥലം. അവിടെ ഈ ഫ്രണ്ടിക്ക് സിറ്റ് ഔട്ട് പോലെ തന്നെ വലിയ വലിയ പടികളുണ്ട് താഴ്ത്തിക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ ഇവിടെ നിന്ന് താഴ്ത്തിക്ക് ഇറങ്ങിയാൽ ഈ ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അത് ചുറ്റും ഇങ്ങനെ ഈ ഒരു ഹാള് പോലെ കെട്ടിയിട്ടാണ്, അതിൻ്റെ ഉള്ളിലാണ് ബാത്റൂം. ചുറ്റും എന്ന് വെച്ചാൽ 2 സൈഡിൽ കെട്ടിയിട്ടില്ല. അതായത് ഒരു സൈഡിൽ കൂടെ നമുക്ക് പശുവിനെ കാണാം അങ്ങോട്ട് നോക്കിയാൽ. ഈ ബാത്റൂമിന്റെ സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട്. ബാത്റൂം ഇവിടെ വെച്ച് ഇങ്ങനെ നോക്കിയാൽ പശു അവിടെ ഉണ്ടോ കഴിക്കുന്നുണ്ടോ എന്നിട്ടൊന്ന് കാണാം. അങ്ങനെ പണ്ട് പശു ഉണ്ടായി, പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതിനെ കൊടുത്തു. പിന്നെ എന്നിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഈ സിറ്റ് ഔട്ടിൽ നിന്ന് അടക്കളയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് നോക്കിയാലും ഈ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും. അതായത് ഒരു വർക്ക് ഏരിയ പോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കാൻ, കൈക്കോട്ട്, വെട്ടുകത്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയിക്കാൻ, തുണികൾ തോരയിടാം. മനസ്സിലായി? ആഴയിട്ട് കെട്ടി തുണികൾ അവിടെ തോരയിടാം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വീട്. ആ വീട് നല്ല ഓർമ്മയാവും. എൻ്റെ സ്വപ്നത്തിൽ അമ്മൂമ്മേനെ കാണാം ആ വീട്ടിലാ. ജാനു ഇപ്പൊ ഞാനൊരു സ്വപ്നം കണ്ടതാ, കണ്ണേന്റെ കല്യാണം ഉറക്കണ സമയത്ത് സ്വപ്നം കണ്ടേക്കാണ്. കല്യാണം ഉറച്ചു, കാര്യം കൈയിടല്ലേ, കല്യാണം ഉറച്ച സമയത്ത് ഞാൻ സ്വപ്നം കണ്ടേക്ക ജാനു കുഞ്ഞിതന്റെ ഞാനന്ന് പ്രസവിച്ചിട്ടൊന്നും ഇല്ല. എന്നിട്ട് ജാനുവിനെ പാല് കൊടുത്തിട്ട് ഞാൻ അമ്മൂമ്മയുടെ കയ്യിൽ കൊടുക്കുക. ഞാൻ എന്നിട്ട് സാരിയൊക്കെ ശരിയാക്കിയിട്ടിട്ട് അമ്മൂമ്മയെ നോക്കണം. എന്ന് വെച്ചാൽ അന്നേ കുട്ടികളെയൊക്കെ അമ്മൂമ്മയെ നോക്കുക. ഷൈനി ചേച്ചി അവിടെ വാടകയ്ക്ക് താമസിക്കുമ്പോഴും ഷൈനി ചേച്ചിയുടെ മക്കളെയൊക്കെ അമ്മൂമ്മയാണ്, ഉറക്കം വാട്ടുന്നത് ഇതൊക്കെ. അമ്മൂമ്മയാണ് ഞങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹ. അപ്പൊ അമ്മൂമ്മ ഇപ്പൊ നിങ്ങളുടെ അമ്മൂമ്മയില്ലേ, അതുപോലെയല്ല ഈ അമ്മൂമ്മ. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മരിച്ചുടി. അവിടെ ഫോട്ടോ കണ്ടല്ലേ? ഫോട്ടോ ഇല്ല, അത് അച്ഛമ്മയാ. അമ്മൂമ്മ. അച്ഛമ്മ ഒന്നിനൊരു ഇതുണ്ടായില്ല കേട്ടോ, ആരോടൊരു സ്നേഹം ഉണ്ടായില്ല. എപ്പോഴും ആരും ചിരിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. ആൾക്ക് തന്നെ ഒരു റൂം വേണം, തേക്കാൻ മറ്റേ കാച്ചി എണ്ണ വേണം, കുളിക്കാൻ ചൂടുവെള്ളം വേണം, ഉപ്പ് ഒരു അധികമില്ലാത്ത ആഹാരം വേണം. അങ്ങനെ വലിയ നമ്പൂരിച്ചി പോലെയായിരുന്നു അച്ഛമ്മ. അമ്മ അങ്ങനെയല്ല, ആളൊന്നും കഴിച്ചില്ലേലും എല്ലാവർക്കും കൊടുക്കും. ഇങ്ങനെ ഇവിടെ മുണ്ടും ബ്ലൗസാണ് ഇടാൻ. കുഞ്ഞിതാ, നിന്നെ എല്ലാവരും അമ്മൂമ്മയുടെ പോലെയാന്ന് പറയും. കമലാശി അമ്മൂമ്മയുടെ പോലെയാണ്. നീ ഹൈറ്റ് കുറവല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെ മൂക്കില്ല അമ്മൂമ്മക്ക്, ഇതുപോലെ മൂക്കി ഇവിടെ പൊതിഞ്ഞിരിക്കും. ഹരിമോനെ എന്ന് വിളിക്കും എന്നെ. എന്നിട്ട് എനിക്ക് തരും. ആരാ വരുന്ന കൊടുക്കും, കയ്യിൽ ഇങ്ങനെ പൊതിഞ്ഞു വെക്കും. ഇത് കിട്ടിയാൽ ആരെങ്കിലുമൊക്കെ വയസ്സായ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുമല്ലോ, അങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് പോകും. അങ്ങനെ അതുപോലെ അതിൻ്റെ കയ്യും കാലും കൊച്ചു പോകും. ഇപ്പൊ ആരുടെ കാലും കയ്യും കൊച്ചാലും എനിക്ക് അമ്മൂമ്മയുടെ ഓർമ്മ വരും. ഇന്നലെ അല്ലേ അച്ഛൻ ഇവിടെ കിടക്കുമ്പോൾ അച്ഛൻ്റെ കാല് കൊച്ചിടി പിടിക്കിടി എന്ന് കൊണ്ട് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മൂമ്മയുടെ ഇതുപോലെ എപ്പോഴും കൊച്ചു വരും. അങ്ങനെ എന്നിട്ട് അങ്ങനെയായിരുന്നു ആ ഇത്. പിന്നെ പറമ്പുണ്ടായി, സൈഡിലോട്ട് പറമ്പുണ്ടായി. അവിടെ കശുമാങ്ങയും മാവും ഒരു വലിയ മാവുണ്ടായി. ഇത് കിണറിന്റെ തൊട്ടടുത്തായിട്ട്. പിന്നെ അപ്പുറത്ത് കശുമാവ്, പിന്നെ ഇത് ആത്തച്ചക്ക. ഞാൻ അതുകൊണ്ടാണ് ആത്തച്ചക്കയുടെ തെയ്യ് ഇവിടെ വെച്ചത്. എനിക്ക് അതൊക്കെ ഭയങ്കര ഓർമ്മകളാ. അതും ആത്തച്ചക്ക ഉണ്ടാവും, ഞങ്ങൾ പൊട്ടിച്ചിരുന്നു. പക്ഷെ ഈ ആത്തച്ചക്കയുടെ ടേസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ അന്നത് ഭയങ്കര ടേസ്റ്റാ. പിന്നെ ഒരു വാഗി ഉണ്ടായിരുന്നു, ഇപ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ടാവും അറിയില്ല. ഒരു വാഗമീൻ 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം പിന്നെ ചത്തട്ട് പിന്നെ ഒരെണ്ണം കണ്ടായി. പിന്നെ എന്നും അതിനെ നോക്കല. ഞങ്ങൾ വലിയ കിണറാണ്, വട്ടം കൂടുതലാണ് കിണറിന്. എന്നിട്ട് താഴേക്ക് നോക്കിയാൽ അധികം ആഴമില്ല. അപ്പൊ നമുക്ക് പേടിയാവില്ലല്ലോ ഉള്ളിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പൊ ആഴമില്ലാത്ത കാരണം ഇത്രയും പൊക്കത്തിലെ വെള്ളമുള്ളൂ വിചാരിക്കും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ തന്നെ ഈ ഭാഗ താഴെ എവിടെയാ കിടക്കണേന്ന് കാണാം. നമ്മളെ കാണുമ്പോൾ ഇത് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ മുകളിക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണാം. പിന്നെ ഇങ്ങനെ തിരിയണ വഴിക്ക് അതിന്റെ വാലിന്റെ ഇവിടെ നിന്ന് ഒരു ഓറഞ്ച് കളറും കറുപ്പ ഉണ്ട ഡിസൈനൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോ അറിയാം ഭാഗ്യം. ഞങ്ങള് 3ാം ക്ലാസ്സിലായപ്പോലെ മാമന് വലിയ പള്ളിനെ വിളിച്ചിട്ട് അടി കിട്ടും. എന്നിട്ട് അമ്മൂമ്മ ഉണ്ടെന്ന് അറിയാണ്ട് പൊടിയിട്ട് ചാവുന്ന അറിയാണ്ടേ പൊടിയിട്ടു. അത് മറ്റേ ഇതിടും, ക്ലീൻ ചെയ്യാനുള്ള പൊടി ഇടും. നമ്മുടെ കിണറല്ല, ഞാൻ തറവാട്ടിന്റെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരിക്കണേ. ഗീതമുത്തശ്ശിയുടെ വീടില്ലേ, അതിന്റെ ബാക്കില് വേറൊരു സ്ഥലം, ഈ ലൂബിക്കൊക്കെ നിക്കണേന്റെ അപ്പുറത്തൊരു പറമ്പില്ലേ, ഒന്നുമില്ലാണ്ടൊരു പറമ്പ് കിടക്കില്ലേ, അവിടെ മുമ്പുണ്ടായ വീടിന്റെ കാര്യം ഞാൻ ഈ പറയണേ. അതിപ്പോഴും ആർക്കും വിൽക്കാനും പറ്റാണ്ട് ആരും വാങ്ങാണ്ടും കിടക്കുന്നുണ്ട്. ചിലപ്പോ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കൈക്ക് തന്നെ വരാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്, എനിക്കത് വാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ അന്നത്തെ പോലത്തെ തന്നെ ഒരു ഓട് വീട് അച്ഛനെ കൊണ്ട് ഉണ്ടാക്കി.
അന്നത്തെ പോലത്തെ തന്നെ ഓട് വീട്. താഴെയൊക്കെ ഇങ്ങനത്തെ പഴയ പോലത്തെ ചോപ്പും ഇത് കറുപ്പൊക്കെ പ്ലാൻ അമ്മനോട് പ്ലാൻ ഞാൻ പറഞ്ഞു കൊടുത്ത് അറിയാലോ. അത് ഈ പ്ലാൻ നമ്മുടെ അമ്മൂമ്മയ്ക്കും ചിറ്റന്മാർക്കും ഗീതലുമ്മയ്ക്കും ഒക്കെ കാണാപ്പാടാ. ഒരാൾ മറന്നാലും മറ്റേ ആള് പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും കാണാപ്പാടാ. ലിജുമാമനും അത് കുഞ്ഞിതിലെ നിങ്ങൾ ഈ ടി വി കാണാൻ ഇതുപോലെയല്ല. ഞങ്ങളുടെ ജീവിതം ഫുള്ള് കുറെ കാലം അവിടെ ആയിരുന്നു. ഞങ്ങളുടെ ജീവനായിരുന്നു അത്. ആ സ്ഥലവും ആ ഓർമ്മകളും എല്ലാം. എനിക്കിതാണ് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹം ഓർമ്മയായിട്ട് കിടക്കുന്നത്. അതെന്നാ വിൽക്കാൻ പാടില്ലായിരുന്നു. അത് വിൽക്കട്ടും നല്ല കാര്യം പറയാറുണ്ട്. എന്റെ ദൈവം എന്റെ മെമ്മറി ഫുള്ളായി ഉണ്ടാവും ആദ്യം പറഞ്ഞിരുന്നിട്ട്. അമ്മ വിളിച്ചേക്കായിരുന്നു. അമ്മ ചിരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിരി ക്ലാസ്സിൽ അപ്പോയിൻമെന്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ടിൽ കിട്ടും. അമ്മയുടെ വീടിൻ്റെ മോൾ ഭാഗത്ത്, ഞങ്ങളുടെ വീടിൻ്റെ മോൾ ഭാഗം മീൻസ് പാർക്കപ്പുറത്ത് ചിരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രീകുട്ടൻ്റെ വക ഇതുണ്ട്. എന്നിട്ട് മോട്ടിവേഷൻ ക്ലാസ് ആണോ? മോട്ടിവേഷൻ അല്ല, യോഗയോ അങ്ങനെ എന്തുട്ടോ അങ്ങനെ രണ്ടും കൂടി ഉണ്ട്. ആരൊക്കെ താല്പര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പരസ്യം എടുക്കാൻ. അപ്പൊ നമ്മളിത് ഇത്തിരി വെണ്ണയിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് മിഠായി മെയ്ഡാന്ന് തോന്നുന്നത്. മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചിട്ട് ഇതേ നന്നായിട്ട് ബീറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് പിള്ളേർക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി ബൺമസ്ക വേണം. ഞാൻ നാളെ സ്റ്റാറ്റസ് ഇട്ടുണ്ടായില്ലേ ബൺമസ്ക കഴിക്കുന്നത്. അപ്പൊ അവരിവിടെ ഉണ്ടായില്ല. അപ്പൊ യൂട്യൂബിലല്ല ഇൻസ്റ്റയിലൊക്കെ. അപ്പൊ ഇപ്പൊ ദേ ബൺമസ്കയ്ക്കുള്ള മിക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബീറ്റ് ചെയ്ത് എടുത്തു കേട്ടാ. ഇങ്ങനെ തന്നെ തിന്നാൻ തോന്നുന്നു അല്ലേ? പക്ഷെ കുഞ്ഞു തോന്നുന്നു. അപ്പൊ നമുക്ക് ബൺമസ്ക ഉണ്ടാക്കാം. വെന്തിട്ടുണ്ട് തോന്നുന്നു. ഉപ്പും മുളക് ഇട്ട് കൊടുത്താൽ പിള്ളേർക്ക് ഇഷ്ടമാണ്. ആദ്യം ബണ്ണ് തിരിങ്ങനെ അങ്ങോട്ട് പകുതിക്ക് വെച്ച് അങ്ങോട്ട് മുറിക്കുക. യെസ്, ഇങ്ങനെ കറക്റ്റായിട്ട് മുറിച്ചു. കറക്റ്റായിട്ട് തന്നെ മുറിക്കണം. ഇതിൽ തെറ്റൊന്നും വരാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ ഈ വിസ്കുമ്മുള്ള സാധനം ഇങ്ങനെ കാണിച്ചാൽ വേസ്റ്റ് ആക്കണ്ട. നമുക്ക് കഴുകുമ്പോൾ കുറേ വേസ്റ്റായി കളയണ്ട. ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് മൈക്കോളും. എന്നിട്ട് ഇത് കഴുകാടോ. ബണ്ണ് പകുതിക്ക് മുറിക്കുക. ഇങ്ങനെ നംശിവ് തല തോർത്തിട്ട് പോയോ കഴിക്കാം. പ്ലേറ്റ് എടുക്കുന്നിട്ട് ആ കോൺ എടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്ന് രണ്ടുപേർക്കും കൂടി ഇടും. ഉപ്പും മുളകുമായിട്ട് തരാം. ഒരു ബണ്ണ് റെഡി. ലാസ്റ്റ് ഞാൻ 3 നന്നായി തികയുമ്പോൾ വെച്ചാലല്ലേ പിന്നെ പുറത്ത് തേക്കാൻ ഉണ്ടാവുള്ളൂ. അത് നോക്കിയിട്ട് എടുക്കാന്ന് വെച്ചിട്ട് അത് ഞാൻ എടുത്ത് വെച്ചാണ് കഴിക്കാന്ന്. അതാ തരാത്ത എല്ലാം 3 ആയി കഴിയുമ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി തേക്കാം. എന്റെ ഫ്രണ്ട് നിറച്ചുണ്ടാക്കിട്ടേ ഈ ബെന്നാന്ന് വെച്ചാൽ പാത്രത്തിൽ ഉള്ളില്ലേ ഇങ്ങനെ പൊള്ളിച്ചിട്ട് അതേ മെയ്റ്റ് മുറിയാൻ ഈ ക്രീം ആക്കിയിട്ട് കൊണ്ടുവന്നേക്കാം. എടുത്തേക്കരുത്. പിന്നെ ക്ലാസ്സിൽ പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഉറക്കം വന്നിട്ട് എനിക്ക് ഇതാണ് കേട്ടോ. എന്നറിയോ, എനിക്ക് ഉള്ളിൽ അത്രയും പിന്നെ പുറത്ത് കുറെ തേക്കണ്ട. നിങ്ങൾക്ക് ഞാൻ ഇതിൽ പുറത്ത് ഇങ്ങനെ തേച്ചു തരാം. ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളില് സാധാരണ പോലെ നിങ്ങളുടെ നല്ലോണം വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് കൊറേ പറ്റില്ല. കൊറേ തേച്ചു കഴിഞ്ഞാലേ ഇരുന്നോ പോയിരുന്നു. അപ്പൊ എന്റെ ബൺമസ്ക, എൻ്റെ ഹോം മെയ്ഡ് ബൺമസ്ക. ഈ ബണ്ണ് വെറുതെ ആയാലും തിന്നാൻ പറ്റും കേട്ടോ. ബൺമസ്ക ഉണ്ടാക്കണം എന്നില്ല. നമ്മുടെ നവ്യയിലത്തെ ബന്നാണ്. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്. വെറുതെ ആയാലും തിന്നാം, ചായയിലും മുക്കിയും തിന്നാം, ബൺമസ്ക ഉണ്ടാക്കിയിട്ടും തിന്നാം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബൺമസ്ക കഴിക്കട്ടെ. ഇന്ന് ഞാൻ ചെറുപ്പോ മരമുന്തിരിമ 2 മരമുന്തിരിമ അത് ഓൾറെഡി നാളെ കാച്ചപ്പോൾ ഞാൻ എത്തിയതാണ്. അപ്പം പിന്നെ വലിയ കാറ്റിലില്ല. എന്നാലും പഠിപ്പ് പോകുമ്പോൾ തിന്നാലോ. കിളികൾ കൊത്തിക്കൊണ്ട് നമുക്ക് തിന്നാം. എന്നുവെച്ചാൽ 2 ആണുള്ളൂ. 4 ഉണ്ടെങ്കിൽ 2 വീട്ടിൽ കൊടുക്കുക. പിന്നെ മാവുകളും എല്ലാം കുട്ടി കുട്ടി മാങ്ങകളായിട്ട്. പിന്നെ നാരങ്ങ 5 ആളിയോ അപ്പുറത്തേക്ക് അതിലൊന്നും രാവിലെ വെച്ചാൽ മറന്നു പോയി. അതിനൊന്നും ഉപയോഗിച്ചു. അപ്പൊ ആ നാരങ്ങ 5 കിട്ടി. പിന്നെ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മാങ്ങ പൊട്ടിച്ചിട്ട്
വ്ളോഗിൽ പറഞ്ഞേ നിങ്ങളെ ഞാൻ കൊണ്ടുപോകണില്ല, തോട്ടി കൊണ്ടുവച്ചിട്ട് തരാം കേട്ടാ. ഇനി തോട്ടി കൊണ്ടുപോയിക്കാൻ നിങ്ങളെയും കൊണ്ട് പോകണില്ലാന്ന് പറഞ്ഞു. ഫോണും കൊണ്ട് വീഡിയോ എടുക്കില്ലാന്ന് പറഞ്ഞു. അവിടെ ചെന്നോണ്ടിട്ടുണ്ട് നിറച്ച അവിടെ റെഡ് കളറിൽ ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ ഓടി വന്നിട്ട് ഫോൺ എടുത്തിട്ട് ഫ്രൂട്ട് കുറെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ ഒരെണ്ണം മാത്രം പൊട്ടിക്കണതും ബാക്കിയൊക്കെ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞേ, അതിന് മുമ്പ് ഞാൻ പറഞ്ഞേ ഈ മാവുമ്മ കൂട്ടത്തുണ്ട്, ഈ മാവ് കൂട്ടത്തില്ല മാവെന്ന് പറഞ്ഞു. അത് നമ്മുടെ മാംഗോസിന് കാച്ചുന്ന ഇവിടെ കാച്ചത്തില്ല, ഇവിടെ വന്നിട്ടില്ല കാച്ചത്തില്ല. ഞാനത് ഇന്ന് നോക്കുന്നത് ഇന്ന് പറയുന്നുണ്ട് കാച്ചോ തരുന്നുണ്ട്. ഞാൻ ഇന്നും ഒന്ന് വെറുതെ നോക്കി നോക്കട്ടെ എന്ന് നോക്കിയപ്പോഴേ അതിൻ്റെ കുഞ്ഞിനാണ് വെള്ളം കളറിൽ മുട്ട് പോലെ ഉണ്ടാവുള്ളൂ, വലുതല്ല. അയ്യോ അഞ്ചാറെണ്ണം കാച്ചേക്കുക. എനിക്ക് സംസാരിക്കാൻ പറ്റേണ്ട വീഡിയോ, എനിക്ക് എന്റെ കിതക്കിയ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്റെ സന്തോഷം പറയാൻ പറ്റില്ല. ഞങ്ങൾ എന്നും വന്നിട്ട് പറയുന്നത് എന്റെ മാംഗോസിനെ നീ മാത്രം എന്താ ഉണ്ടാവാത്ത, ഞങ്ങൾക്ക് എന്തോ ഇഷ്ടമുള്ള സാധനം പറയുന്നത് അല്ല. നമ്മൾ ചെറുകളിൽ എന്താണോ ഉണ്ടാവാത്തത് കടയിൽ ഉണ്ടായിരുന്നോ ആങ്കിള് പറഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ. എന്നിട്ട് വീഡിയോയില് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ ഇപ്പൊ വീഡിയോ കിട്ടിയില്ലേ തെളിവായിട്ട്. ഞാൻ വന്ന് നോക്കട്ടെ എങ്ങാനും ഉണ്ടായിട്ടുണ്ടെങ്കിലോ ബിരിയാണി എങ്ങാനും കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് നോക്കിയിട്ട് അതിന്റെ അപ്പുറത്തൊക്കെ കേട്ടുണ്ടായിരിക്കണടാ വിത്രേശ് ഉള്ളൂ, ഐസ്കായയുടെ വിത്രേശ് ഗുലിക്കായുടെ. പക്ഷെ ഉണ്ടാവുന്നുണ്ട്. ഞാനത് പഴുത്ത് ഇപ്പൊ പഴുത്തത് കിട്ടിയില്ലേ, അത് നാശമായി താഴെ വീട് പോയാലും ഇനി ഉണ്ടാവൂലോ വേഗം വരും കാച്ചൂലോ. എനിക്ക് അത് കണ്ടപ്പോ തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് ധന്യമായി സന്തോഷമായി. നിങ്ങളെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇന്നത്തെ സന്തോഷ വാർത്ത. അതാണ് മിറാക്കിൾ ഫ്രൂട്ട് കുറെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മാംഗോസും സന്തോഷമായില്ലേ. ഞാൻ വിളിച്ചപ്പോ അച്ഛനെ കിട്ടിയില്ല, റേഞ്ചില്ലാത്ത സ്ഥലത്താന്നുണ്ട്. അത് ഇത്തിരിയാത്ത ഞാൻ വിളിച്ചതാ, ഗ്യാസ് തീർന്നു മാറ്റിയോ. പക്ഷെ ഇത് പറയാൻ തന്നു വരുമ്പോ പറയാം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി പ്രശാന്തായിട്ട് വരാൻ നേരം വരും, വൈകിട്ടില്ല. ഇനിയിപ്പോ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഇവരിത് കഴിച്ച് കോണും കൂടി തരാം. കോണും കൂടി കഴിച്ചു കഴിഞ്ഞാൽ, സ്വീറ്റ് കോണും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഇവര് ഇവരുടെ പഠിപ്പിലേക്ക് ഇറങ്ങും. ഞാൻ പുറത്ത് നനയ്ക്കാനിറങ്ങും. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വൈകിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയില്ല. എന്നൊരു ലൈവ് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. See you.